കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ളൊരു വിഷയം തന്നെയാണ്. അതിനോടനുബന്ധിച്ച് ഇങ്ങനെ മുന്നോട്ട് ധ്യാനിച്ചു വന്നപ്പോൾ 1 തിമോഥെയോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് പല കാര്യങ്ങളും പറയാനിടയായി. അങ്ങനെ പല വ്യക്തികളുടെ അനുഭവങ്ങളും നമ്മളിടയ്ക്ക് കേൾക്കാനിടയായി. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചു പോയപ്പോൾ പലർക്ക് സംശയങ്ങൾ വന്നിട്ടുണ്ട് പല കാര്യത്തിലും. അതൊക്കെ എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്നാണ് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മീയ വളർച്ചയിലേക്ക് പ്രവേശിക്കാത്തവരും പുതുതായി വിശ്വാസത്തിൽ വന്നവരും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ സംശയം വരാം. അയ്യോ, ക്രിസ്തീയ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു ജീവിതമാണോ? ഒരു പ്രോസ്പെറിറ്റി ഒന്നും വേണ്ടേ? പ്രോസ്പർ ആയിരിക്കണ്ടേ? നമ്മുടെ സാമ്പത്തിക നിലയൊക്കെ ഉയർന്നു വരണ്ടേ? ഒരു ഉയർച്ചയും മാനവും ഈ ഭൂമിയിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പാകെ ആദരിക്കപ്പെടണ്ടേ? ഇങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ വരാം. ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം മറുപടി എന്ന് പറയുന്നത് രക്ഷയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. രക്ഷയുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾ കേട്ട സുവിശേഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നിങ്ങൾ എങ്ങനെയാണോ സുവിശേഷം കേട്ടത് അത് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനും ബാലൻസ് ചെയ്യാനും മുൻപോട്ട് കൊണ്ടുപോകാനും കഴിയുള്ളൂ. അതായത് നിങ്ങൾ സുവിശേഷം കേട്ട കാലത്ത് പാപത്തെക്കുറിച്ച് ഗൗരവമായി പ്രസംഗകൻ പ്രസംഗിക്കുന്നതോ പഠിപ്പിക്കുന്നതോ പറയുന്നതോ ഒക്കെ കേൾക്കുകയും പിന്നെ ആ ലഭിക്കപ്പെട്ട വിടുതലിൻ്റെ മഹാത്മ്യം, ഇത്ര വലിയ രക്ഷ, വലിയ മരണത്തിൽ നിന്നുള്ള വിടുതൽ, പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചും ഒക്കെയുള്ള കനത്ത ബോധ്യങ്ങൾ, ഭയാനകമായ ന്യായവിധി, ദൈവ കോപാഗ്നി ഇറങ്ങി വന്നത് ഒക്കെ കണ്ണാലെ കണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അതൊക്കെ ഗ്രഹിച്ച ഒരുവനെ സംബന്ധിച്ച് അതിൻ്റെ ഭയങ്കരത്വം അവരെ സംബന്ധിച്ചാണ് ഈ 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിലൊക്കെ പറയുന്ന ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്നുള്ളതൊക്കെ പിടികിട്ടുകയുള്ളൂ. അല്ലാത്ത മനുഷ്യർക്കൊന്നും, പെന്തക്കോസ് ലോകത്തുള്ളവർക്കൊന്നും അത് മനസ്സിലാകില്ല. നമ്മളീ പറയുന്നതൊക്കെ എന്തോ ബോഷത്വമാണെന്ന് അവർ ചിന്തിക്കുകയുള്ളൂ. അവർക്കത് ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ ക്രൂശ് പ്രസംഗിക്കപ്പെടണം. സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിക്കുക. അതിനൊത്തിരി ആഴങ്ങളുണ്ട്, അതിനൊത്തിരി ഗൗരവമുണ്ട്. സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ഭൂജാതനായ യേശു ക്രിസ്തുവിനെ അതിൻ്റെ നിലയിൽ പ്രസംഗിക്കുകയും വർണ്ണിക്കുകയും കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി ഈ വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് കടക്കുന്നത്. ഞാൻ മുന്നമേ നമ്മുടെ ഈ കൂട്ടത്തിലാണോ എന്ന് ഓർക്കുന്നില്ല, മറ്റൊരു മീറ്റിങ്ങിൽ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട് 3 ന്യായവിധികളെക്കുറിച്ച്. അത് നമ്മൾ ബൈബിളിൻ്റെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നോക്കുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു 3 ന്യായവിധികളെ കുറിച്ചിട്ടുള്ളതാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ളൊരു വ്യക്തിയുടെ മുമ്പാകെ 1 തിമോഥെയോസ് 6-ാം അധ്യായം എടുത്തു വെച്ച് നാം ഇഹലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും കഴിയുന്നതല്ല, പിന്നെ ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്ന് അവരോട് പറഞ്ഞാൽ അവർ ആമേൻ പറഞ്ഞിട്ട് പറയും ഞങ്ങൾ അങ്ങനെ വിചാരിക്കാമെന്ന്. അല്ലാത്ത പെന്തക്കോസ് ലോകത്തെ പാസ്റ്റർമാരോടോ, ശ്രദ്ധിക്കണം, പാസ്റ്റർമാരോടോ വിശ്വാസികളോടോ തിമോഥെയോസിന്റെ ലേഖനത്തിലെ വാക്യം പ്രസംഗിക്കുകയോ വായിച്ചു കേൾപ്പിക്കുകയോ ചെയ്താൽ കോപം വരും അവർക്ക്. കാരണം അവർ വേറെ ഒത്തിരി ഭാഗങ്ങൾ അവരുടെ മുൻപിലുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, ഇസഹാക്കിനെ കൊണ്ട് കിണർ കുഴിപ്പിച്ച ദൈവം, പിന്നെ യാക്കോബിനെ ലാബാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് മടക്കി കൊണ്ടുവരുമ്പോൾ 2 കൂട്ടമാക്കി വർദ്ധിപ്പിച്ച ദൈവം. ഇതൊക്കെ അവരുടെ പ്രസംഗ വിഷയങ്ങളും അവരുടെ ധ്യാന വിഷയങ്ങളുമാണ്. അങ്ങനെയുള്ളവരുടെ മുമ്പാകെ പുതിയ നിയമത്തിൽ നിന്ന്, വിശേഷിച്ച് ലേഖനത്തിൽ നിന്ന് പൗലോസിൻ്റെ ധ്യാന ചിന്തകൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തലക്കറങ്ങിപ്പോവും. അപ്പോൾ അവിടെയാണ് ഈ 3 ന്യായവിധികളുടെ പ്രാധാന്യം. ശരിക്കും ഞാൻ അതൊന്നും പറയാനല്ല താല്പര്യപ്പെട്ടത്. ഈ ആമുഖത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓടിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയത്തിലേക്ക് കയറി പോകേണ്ടതുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ചെത്തി വെടിപ്പാക്കുക എന്നുള്ള വിഷയത്തിലേക്ക്. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ആത്മാവിൽ ഗൈഡൻസ് വരികയാണ്.
ഈ തിമത്തിയോസിൻ്റെ ലേഖനത്തിലെ വാക്യങ്ങൾ 3-4 ആഴ്ചകൾ നമ്മൾ പറഞ്ഞു. അത് പ്രസിദ്ധനായ ഒരു ശുശ്രൂഷകൻ പറഞ്ഞ ഒരു കാര്യത്തെ പിന്തുടർന്നതുകൊണ്ടാണ് നമ്മൾ തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ പോകാനിടയായത്. പ്രസിദ്ധനായ അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഒരു പ്രോസ്പെരിറ്റിയൊക്കെ വേണ്ടേ, നമുക്കൊരു കയറ്റമൊക്കെ വേണ്ടേ, ഒരു സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വേണ്ടേ, ഇങ്ങനെ കീറിയ തുണി കൊടുത്ത് ജീവിച്ചാൽ മതിയോ എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെയും പഠിപ്പീരിനെയും നമ്മൾ വിശകലനം ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തെ കീറി മുറിക്കുകയല്ലായിരുന്നു. ആ ആശയം അത് എല്ലാ കാലത്തും പെന്തക്കോസ്റ്റ് ലോകത്തോ ഏത് ക്രിസ്തീയ ലോകത്തോ ഒക്കെ ഉണ്ടത്. അത് സാത്താൻ സമയാസമയങ്ങളിൽ പല വ്യക്തികളിലൂടെ അത് ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പം എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് അല്ലെങ്കിൽ ഒരിക്കൽ ലഭിക്കപ്പെട്ട വിടുതൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വിടുതൽ തന്നെയാണ്. പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നമ്മെ ഉദ്ധരിച്ച ആ ഉദ്ധാരണത്തെയാണ് അവിടെ പറയുന്നത്. ആ ലഭിക്കപ്പെട്ട വിടുതലിൻ്റെ ആഴവും മഹാത്മ്യവും അത് ഗ്രഹിച്ച ഒരാളെ സംബന്ധിച്ച് ഇനി ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്ന വിചാരത്തിലേക്ക് അവർ വരും. അപ്പോൾ അല്ലാത്ത ആർക്കും നമ്മൾ ഈ പറയുന്നത് ഈ വചനങ്ങൾ പഥ്യമായി തീരില്ല, എന്നുവെച്ചാൽ സ്വാദിഷ്ടമായി തീരില്ല. വിയോജിപ്പ് വരാം, ദേഷ്യം വരാം, ചിലപ്പോൾ അവർ എക്സിറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് എനിക്ക് ഒരു പ്രേരണ കിട്ടിയത്. ഈ 3 ന്യായവിധിയെക്കുറിച്ചൊന്ന് ഓടിച്ച് കമ്പി വാചകങ്ങൾ അങ്ങ് പറഞ്ഞു വിട്ടേക്കുക. പണ്ട് ഞാനത് വിശദീകരിച്ചതാണ്. പണ്ട് മീൻസ് 1-2 കൊല്ലം മുമ്പ് ടാബർനാക്കിൾ സ്റ്റഡിയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ന്യൂസിലാൻഡ് മീറ്റിങ്ങിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതായത് 3 ന്യായവിധികളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ 2 ന്യായവിധികളും പഴയ നിയമത്തിലാണ് നമ്മൾ കാണുന്നത്. ഒന്ന് നോഹയുടെ കാലത്ത് നടന്ന ന്യായവിധി, ഭയാനകമായ ന്യായവിധി. 2 ഇസ്രായേലിൻ്റെ മുൻപിൽ നടന്ന ഒരു ന്യായവിധിയെക്കുറിച്ച്. ആ 2 ന്യായവിധികളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അത് രണ്ടും സ്നാനത്തിൻ്റെ മുൻകുറി എന്ന് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുകയാണ്. അത് രണ്ടും സ്നാനത്തിന് മുൻകുറി എന്ന് പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ 2 കാര്യം എടുത്ത് വിശദീകരിക്കുന്നത്. പുതിയ നിയമ ഭക്തന്മാർ പഠിക്കേണ്ട കാര്യങ്ങളല്ലേ, അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ. അങ്ങനെയുള്ള പല കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോഴാണ് ഈ മുൻപോട്ട് ഈ ലേഖനങ്ങളിലൊക്കെ എഴുതിയ കാര്യങ്ങൾ നമുക്ക് തുറന്നു കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അതെല്ലാം പുതിയ തേങ്ങയായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. ഇതെന്താണ് ഈ പൗലോസ് ഇങ്ങനെ തിമോത്തിയോസിന് ലേഖനം എഴുതി വിട്ടതെന്നും പറഞ്ഞ് നമ്മൾ തലപോയും. അതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ ഈ നമുക്ക് ലഭിക്കപ്പെട്ട വിടുതലും നമ്മൾ ഇന്ന് ആയിരിക്കുന്ന പൊസിഷനും അതൊക്കെ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ പത്രോസ് പറയുന്ന ആ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് നോഹയുടെ കാലത്ത് അല്പജനം എന്ന് വെച്ചാൽ ആ വെള്ളത്തിൽ കൂടെ 8 പേര് രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറിയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആ പഴയ കാലത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്, പഴയ കാലത്തിലേക്ക്. അപ്പം ആ കാലഘട്ടത്തെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കണം. നോഹയുടെ കാലത്ത് നോഹ ഏകദേശം ഒരു 100 വർഷക്കാലം പ്രസംഗിച്ച് നടന്നു. മഴ പെയ്യാൻ പോകുന്നു, ദൈവിക ന്യായവിധി വരുന്നു, അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളാൻ. അതിനായിട്ട് താൻ ഒരു പെട്ടകം ഒരുക്കുന്ന കാര്യം പറഞ്ഞു. അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് നോഹ ഒരുക്കിക്കൊണ്ടുവരുന്നത്. രക്ഷയ്ക്കുള്ള ഒരേ ഒരു വഴി ഈ പെട്ടകമാണ്. ആ പെട്ടകത്തിൻ്റെ ഒരേ ഒരു വാതിൽ, അതാണ് രക്ഷയ്ക്കുള്ള ഒരേ ഒരു കവാടം. അതിലൂടെ അകത്ത് പ്രവേശിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഇതൊക്കെയാണ് പറഞ്ഞിരുന്നത്. പ്രസംഗം അങ്ങനെ കൂടെ മാറ്റിയിരുന്നില്ല. 100 വർഷക്കാലവും ഒരേ പ്രസംഗം, ഒരേ തീമിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നോഹ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എനിവേ, ഒടുക്കം മഴ പെയ്തു. മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ വലിയവനായ ദൈവം ഈ പെട്ടകത്തിൻ്റെ വാതിലടച്ചു. നമുക്കതിൻ്റെ ചരിത്രമൊക്കെ അറിയാം, വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ വാതിലടച്ചു. നോഹയും കുടുംബം അകത്ത് കയറി. ഈ പെട്ടകം ഉണ്ടാക്കാനായിട്ട് ഉത്സാഹിച്ച മൂത്താശാരിയും ചെറിയ ആശാരിമാരും മെക്കാടുകളും കയ്യാളുകളും എന്ന് വേണ്ട അങ്ങനെ അസംഖ്യ ആളുകളുണ്ടല്ലോ. ഇതിന് വേണ്ടുന്ന കീല് മേടിച്ച ആ ഹാർഡ്വെയർ ഷോപ്പ്, ആണി മേടിച്ച സ്ഥലങ്ങൾ എന്ന് വേണ്ട അങ്ങനെ എന്തെല്ലാം സപ്പോർട്ടുകൾ ഇതിനോടുള്ള ബന്ധത്തിൽ കിട്ടിയിട്ടുണ്ട്. അത്തരക്കാരും ഈ പെട്ടകത്തിൽ കയറിയില്ല. ആകെ ഈ നോഹയും തൻ്റെ ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും മാത്രമാണ് പെട്ടകത്തിൽ കയറിയത്. ചരിത്രം നമുക്കറിയാം. എന്തായാലും മഴ പെയ്തു. 40 ദിനരാത്രങ്ങൾ മഴ നിന്നു പെയ്തു. ആഴിയുടെ ഉറവുകൾ തുറന്നു, മേഘം പെയ്തിറങ്ങി. അങ്ങനെ മഴ ഭൂമിയിൽ പെയ്ത് വലിയ പ്രളയം തന്നെ ഉണ്ടായി. ആ ജലപ്രളയത്തിൽ ഈ ഭൂമിയിലുണ്ടായിരുന്ന മഹത്തുക്കളായവരൊക്കെ, വലിയ കേമന്മാരിത് ഈ ഭൂമിയിലുണ്ടായിരുന്നു. ആ ആളുകളെല്ലാം മരിച്ചു മണ്ണടിഞ്ഞു പോയി. എല്ലാം ന്യായവിധിയിൽ, ദൈവിക ന്യായവിധിയിൽ മുങ്ങി മരിച്ചെന്ന് പറയാം. അതായിരിക്കും അതിൻ്റെ ഭാഷ.
അങ്ങനെ സകല മനുഷ്യരുടെ മേലും ഏകദേശം 10 ലക്ഷത്തിലധികം ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ ന്യായവിധിയിൽ അകപ്പെട്ടവരെന്നുള്ളതാണ് വേദപണ്ഡിതന്മാർ പൊതുവെ പറയുന്നത്. ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര് മാത്രമാണ് പെട്ടകത്തിൽ കയറിയത്. അപ്പോൾ ആ 8 പേര് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അവർ വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചു. അവർ പെട്ടകത്തിൻ്റെ അപ്പർ ഡെക്കിലേക്ക് വരുന്നൊരു സമയമുണ്ട്. അതായത് അവസാനം നോഹ ചെക്ക് ചെയ്യുകയാണ്, മഴ തീർന്നു, എങ്ങനെയാണ് അന്തരീക്ഷം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമുക്കറിയാം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഈ പറയപ്പെട്ട സമയത്ത് നോഹയും കുടുംബവും, ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഒക്കെ ഈ പെട്ടകത്തിൻ്റെ അപ്പർ ഡെക്കിൽ നിന്നുകൊണ്ട് ചുറ്റോട് ചുറ്റും ഒന്ന് വീക്ഷിക്കുമ്പോൾ ധാരാളം മൃഗങ്ങൾ ചത്തടിഞ്ഞ് കിടക്കുന്നു. പിന്നെ പല പല കാര്യങ്ങൾ ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. അതായത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ബോംബുകൾ വീണ് തകർന്ന് തരിപ്പണമായി കുപ്പക്കുന്നായി കിടക്കുന്ന ഗാസ പോലെ ഇരിക്കും, ഗാസ പോലെ. അവിടെ യുദ്ധത്തിലാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഇവിടെ ഈ ന്യായവിധിയിൽ, അതായത് ജലപ്രളയത്തിൽ ഇങ്ങനത്തെ വലിയ നാശങ്ങൾ സംഭവിക്കുകയാണ്, വലിയ നാശം സംഭവിക്കുകയാണ്. അപ്പോൾ അത് ഈ അപ്പർ ഡെക്കിൽ നിന്ന് കാണുന്ന നോഹയും കുടുംബവും എങ്ങനെയായിരിക്കും വീക്ഷിക്കുന്നത്? നിങ്ങൾ അവരോട് ചേർന്ന് നിന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ചുറ്റോട് ചുറ്റും നോക്കുമ്പോൾ ഇവരുടെ പിൻതലമുറകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ചെന്ന് എത്തുന്ന എവിടെയാണ്? ആദമിലാണ്. ആദമിൻ്റെ ആദ്യത്തെ 2 മക്കൾ കായിനും ഹാബേലും മരിച്ചുപോയി, നമുക്കറിയാം. പിന്നീടൊരു മകനുണ്ടായി ഷേത്ത് ഒരു ഭക്തനായിരുന്നു. ഷേത്ത് ദൈവത്തിൻ്റെ വഴികളിൽ നടന്നൊരുവനാണ്. അവനുണ്ടായ തലമുറകളിൽ പ്രധാനപ്പെട്ടൊരു വ്യക്തിയാണ് ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നയാളാണ്. ആ ഹാനോക്കിൻ്റെ കൊച്ചുമകനായിട്ട് വരുന്നയാളാണ് ശരിക്കും സാക്ഷാൽ നോഹ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അവരുടെ ആ വംശാവലിയിൽ, ഷേത്തിൻ്റെ വംശാവലിയിൽ ധാരാളം ഭക്തന്മാരൊക്കെ ജീവിച്ചു പോയൊരു ഒരു വംശാവലിയാണ്. മറു സൈഡിൽ കായിൻ്റെ വംശാവലി, അവിടെയും പലരും ഉണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധനായ ആളെന്ന് പറയുന്നത് ലാമക്ക്. അപ്പോൾ ലാമക്ക് അവരൊക്കെ വലിയ ലാൻഡ് ലോഡ്സ് ആയിരുന്നു. വലിയ അവരുടെ മക്കളൊക്കെ എന്ന് വെച്ചാൽ ഒരാൾ വലിയ മ്യൂസീഷ്യൻ, ഒരാൾ പിന്നെ വലിയ ഈ പ്ലാന്റർ എന്നൊക്കെ പറയാം. അതുപോലെ ഈ പശുക്കളെയൊക്കെ ധാരാളം ഫാമൊക്കെ ഉണ്ടായിരുന്നയാളാണ് ഒരാൾ. പിന്നെ മോളെന്നൊക്കെ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സെലിബ്രിറ്റി ആയിരുന്നു ഒരു മോളുണ്ടായിരുന്ന നയമ. വലിയ പ്രസിദ്ധിയായ ഒരു സെലിബ്രിറ്റി ആയിരുന്നു മകളൊക്കെ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാരും, അവരെക്കുറിച്ചൊക്കെ ഒത്തിരി വർണ്ണനകളുണ്ട്. ഇപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വർണ്ണിക്കുന്നില്ല. എനിവേ, അങ്ങനെ ഈ കണ്ണുകൾക്ക് തിളക്കമുള്ള ആദയും സില്ലയും ഒക്കെ വലിയ സൗന്ദര്യത്തിൻ്റെ അവസാന വാക്കുകൾ അവരായിരുന്നു. പാരീസിലൊന്നുമല്ല സൗന്ദര്യം, ക്ലിയോപാട്രയൊന്നുമല്ല സൗന്ദര്യത്തിൻ്റെ അവസാന വാക്ക്. അത് ആദയും സില്ലയും ഒക്കെ ആയിരുന്നു, ഭയങ്കരമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ എല്ലാം ശവം ഇങ്ങനെ ന്യായവിധിയിൽ അവിടെ കിടക്കുകയാണ്. അഴുകി തുടങ്ങിക്കാണും. ഇപ്പോൾ ഇത്രയും ദിവസമായില്ലേ, എല്ലൊക്കെ പുറത്തു വന്ന് കാണും. അപ്പോൾ ഈ ഭയാനകമായ ന്യായവിധി നോഹയും ഭാര്യയും ഈ പറഞ്ഞ പോലെ അവരുടെ മക്കളും ഒക്കെ കാണുകയാണ്, അല്ലേ? ഈ പെട്ടകത്തിന് മുകളിൽ നിന്ന് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ച വലിയ ന്യായവിധിയാണ്. ആ ന്യായവിധി കണ്ണാലെ കണ്ട് ഇവർ ഈ അപ്പർ ഡെക്കിൽ നിന്നൊരു ചുടുനിശ്വാസം ഉതിർക്കുന്നുണ്ടാവും, ഒരു ചുടുനിശ്വാസം. ഇപ്പം ഞാനിത് പ്രസൻറ്റ് ചെയ്ത് അത്ര നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയോന്ന് എനിക്കൊരു സംശയം. ഇത് ശരിക്കും അങ്ങനെ ഹൃദയത്തിൽ തട്ടേണ്ട സംഭവമാണ്. കാരണം നിങ്ങൾ ആ അപ്പർ ഡെക്കിലേക്ക് വരികയാണെങ്കിൽ, കണ്ണാലെ ഈ കാഴ്ചകൾ കാണുകയാണെങ്കിൽ, നിങ്ങളുടെ ഭാവനയിൽ അത് വിടരുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കുകയാണെങ്കിൽ നടുക്കത്തോടെ അല്ലാതെ ഇത് കേട്ടിരിക്കാൻ പറ്റില്ല, അല്ലേ? 10 ലക്ഷത്തിലധികം ആളുകൾ, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആ മനുഷ്യർ. അതിൽ ഏറ്റവും ചിന്തനീയമായ വിഷയം എന്താണെന്നറിയാവോ? ഏറ്റവും ചിന്തനീയമായ വിഷയം, ഈ കായിൻ്റെ വംശത്തിൽപ്പെട്ട ആളുകളൊക്കെ വെള്ളത്തിൽ മുങ്ങിച്ചാകുക എന്ന് വെച്ചാൽ അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരല്ലായിരുന്നു, മരണത്തെക്കുറിച്ച് ചിന്തയുള്ളവരല്ലായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവരല്ലായിരുന്നു, തോന്നിവാസികളായിരുന്നു എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. പക്ഷെ മറു സൈഡിൽ ഷേത്തിൻ്റെ വംശത്തിൽ ഭക്തനായ ഹാനോക്ക് നിൽക്കുകയാണ്. ഹാനോക്കിൻ്റെ മകൻ മെതുശലേഖ്, നോഹയുടെ വീടിൻ്റെ ഉമ്മറത്തിരിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉമ്മറത്ത് ഇങ്ങനെ ചാരികസേരയിൽ ചാരിയിരിക്കുന്ന വല്യപ്പൻ മെതുശലേഖ്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഈ പറയുന്ന നോഹ. ഇങ്ങനെ ഈ വംശാവലിയിൽ നിൽക്കുന്ന ഭക്തന്മാരായ ആളുകളുണ്ട്. എന്നാൽ ഈ പറഞ്ഞ സമയത്ത്, ന്യായവിധിയുടെ സമയത്ത്, ആ വംശത്തിൽ ആ വഴിയിലുള്ള ആരും, നോഹയും കുടുംബം അല്ലാതെ ഒരു മനുഷ്യനും പെട്ടകത്തിൽ കയറിയില്ല. ഭയങ്കര ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടിരുന്നവരാ ഈ ഷേത്തിൻ്റെ വംശത്തിൽപ്പെട്ടവർ. ഉണർവിയോഗങ്ങൾ, സൂം മീറ്റിങ്ങുകൾ എന്ന് വേണ്ട എല്ലാം നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ പെട്ടകത്തിൽ കയറേണ്ടതുപോലെ കയറിയില്ല. ഒരു തോന്നലായിരുന്നു അവർ.
ആ അവരും ചിലപ്പോൾ പറഞ്ഞു കാണും, ഷേത്തിൻ്റെ വംശത്തിൽപ്പെട്ടവർ ഈ നോഹയുടെ ജ്യേഷ്ഠാനുജന്മാരോ പെങ്ങന്മാരോ അവരുടെ മക്കളോ അവരുടെ കസിൻസൊക്കെ ഉണ്ടല്ലോ, ഈ കസിൻസൊക്കെ ചിലപ്പോൾ പറഞ്ഞു കാണും ആളുകളോട്, ഞങ്ങളുടെ ഇന്ന റിലേഷനിൽപ്പെട്ടൊരു അങ്കിള് നോഹ, അദ്ദേഹം ഒരു വലിയ പെട്ടകം പണിയുന്നുണ്ട്, ഞങ്ങളുടെ ആൾക്കാരൊക്കെ ദൈവമായിട്ട് ബന്ധമുള്ളവരാണ്, അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്നൊരു അരുളപ്പാട് ലഭിച്ചതാണ്, മഴ പെയ്യും, ന്യായവിധി വരും, അങ്ങനെ പെട്ടകത്തിൽ കയറി രക്ഷപ്പെടണമെന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളൊക്കെ അത് കാണാറുണ്ടെന്നൊക്കെ ഇവർ പറഞ്ഞു കാണും. പക്ഷെ ഇവർ കാണാറേ ഉള്ളൂ, ഇതിനകത്ത് കയറിയില്ല. വാതിലെന്ന് തുറന്നു കിടക്കുകയായിരുന്നു. നോഹ ഈ പെട്ടകം പണിയുന്ന കാലത്ത് വാതിൽ തുറന്നാണല്ലോ ഇരുന്നത്. ഇതിനകത്ത് വന്ന് കയറേണ്ട സമയത്ത് കയറിയില്ല. അവരെല്ലാം ന്യായവിധിയിലകപ്പെട്ടു. ചുരുക്കി പറയാൻ സഹോദരങ്ങളെ, ഈ കാണുന്ന കാഴ്ച എന്താ? തകർന്നടിഞ്ഞു കിടക്കുന്ന കാഴ്ചകളാണ്. അതിൽ ന്യായവിധിയിൽ അകപ്പെട്ട മനുഷ്യരുടെ ജഡം ഇങ്ങനെ ഒഴുകി നടക്കുന്നു, അല്ലെങ്കിൽ അഴുകിക്കിടക്കുന്നു, അല്ലേ? ഭയാനകമായൊരു ന്യായവിധി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെക്കുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പത്രോസ് പറയുന്നത്, ഇത് സ്നാനത്തിനൊരു മുൻകുറി എന്ന്. ഇത് സ്നാനത്തിനൊരു മുൻകുറിയാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നോഹയും കുടുംബവും ഒരു സമർപ്പണത്തിലേക്ക് വരികയായിരിക്കണം, വരേണ്ടതാണ്. ഇനി ശേഷിക്കും കാലം ഞങ്ങൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കും. ഇനി ശേഷിക്കും കാലം ഞങ്ങൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കും. അങ്ങനെയാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പിന്നീട് ചേർത്ത് പറയുകയാണ്, തുടർന്ന് പറയുകയാണ്, അങ്ങനെ സ്നാനമേറ്റ്, അതായത് ആ പഴയ മനുഷ്യനെ ആ ജലക്കല്ലറയിൽ അടക്കം ചെയ്ത് അവിടെ നിന്ന് പരിശുദ്ധാത്മ ശക്തിയിൽ അഥവാ പുനരുദ്ധാന ശക്തിയിൽ ഒരു പുതുമനുഷ്യൻ ഉയർത്തു വരികയാണ്. ആ ഉയർത്തു വരുന്ന മനുഷ്യൻ ഇനി ജീവന്റെ പുതുക്കത്തിൽ നടക്കാനാണ്. അല്ലാതെ അവൻ റിസർവ് ബാങ്ക് അച്ചടിക്കുന്ന നോട്ട് കണ്ടിട്ട് രാവിലെ അത് ഓർമ്മ എടുത്തിട്ട് ഉമ്മ വയ്ക്കുന്നു, വൈകിട്ട് ഓർമ്മ ഉമ്മ വയ്ക്കുന്നു, അങ്ങനത്തെ ജീവിതമല്ല. അവനിനി അങ്ങനത്തെ കാര്യങ്ങളിലല്ല അവൻ്റെ ശ്രദ്ധ. അവനെ വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ചൊരു തിരിച്ചറിവ് വേണം. ഉയരത്തിലുള്ളത് മാത്രം ചിന്തിക്കണം, അന്വേഷിക്കണം എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കളിതമാശയ്ക്ക് എഴുതിയിരിക്കുന്നതല്ല. നമ്മൾ ഈ വായിക്കുന്ന ഈ പുസ്തകം ബാലമംഗളോ എന്നാ അതിന് പറയുന്നേ, അങ്ങനത്തെ വേറെ മംഗളമൊന്നും അല്ല ഇത് നമ്മുടെ ജീവന്റെ ആധാരമായ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് ഭൂമിയിലുള്ളത് അന്വേഷിക്കരുതെന്ന്. അത്തരക്കാരുടെ പ്രസംഗം, ബ്രൂഷിന്റെ ശത്രുക്കളുടെ പ്രസംഗം കേട്ട് നീ കോരിത്തരിക്കരുത്. നിന്നെ കാത്തിരിക്കുന്നത് ഭയാനകമായ ന്യായവിധിയായിരിക്കും. നീ ഏത് ബെന്തിക്കോസ് ആണെങ്കിലും കേട്ടുകൊള്ളുക. നോഹയെ മുൻനിർത്തിക്കൊണ്ടാ പറയുന്നത്. നോഹയുടെ പ്രസംഗം കേട്ട് വിരോധിച്ചവരുണ്ടായിരിക്കും. ഇയാൾ എന്നെ 100 കൊല്ലമായിട്ട് ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടാരം, പെട്ടകം, വാതിലുണ്ട്, വാതിൽ തുറന്നു കിടക്കുകയാണ്, കയറിക്കോ, ഇതെന്നാ പ്രസംഗമാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ആ നാട്ടിൽ കാണുമായിരിക്കാം. എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവർ കാണുമായിരിക്കാം. പക്ഷെ ന്യായവിധി കനത്തതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് എന്താ? നോഹയും കുടുംബവും വലിയ ഉത്തരവാദിത്വമാണ് അവരുടെ തലമേലിരിക്കുന്നത്. വലിയ ഉത്തരവാദിത്വം. എന്താ ഉത്തരവാദിത്വം? മാനവരാശി ന്യായവിധിയിൽ തകർന്നു കിടക്കുകയാണ്. ഈ ഒരൊറ്റ കുടുംബം മാത്രമേ ഉള്ളൂ ഭൂപരപ്പിൽ. ഈ ഒരേ ഒരു കുടുംബം. ആ 3 ആൺമക്കൾ, അവരോട് ചേർന്ന് നിൽക്കുന്ന 3 മരുമക്കൾ, അതായത് 3 ഭാര്യമാർ. ഈ 3 ആൺമക്കളുടെ 3 ഭാര്യമാർ. എന്താണ് അവരെ 3 പേരിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്? ഞാൻ 3 പേരെന്ന് പറഞ്ഞത് ആ 3 കുടുംബം അല്ലേ? അത് ഭാവിയിലെ 3 കുടുംബം അല്ലേ? ഷേം, ഹാം, യാഫത്ത് എന്ന് പറയുന്ന 3 കുടുംബമാണത്. ആ 3 പേരിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഇവരിൽ നിന്നാണ് ഇനി മാനവരാശി ഫ്ലറിഷ് ചെയ്ത് വരേണ്ടത്, അല്ലേ? ഇവരിൽ നിന്നാണ് മനുഷ്യവർഗം ഇനി ഉടലെടുത്ത് വരേണ്ടത്. വലിയ ഉത്തരവാദിത്വമാണ് അവർ ചുമന്നുകൊണ്ട് നിൽക്കുന്നത്. അവർ പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമായിരിക്കും. അയ്യോ, ഭയങ്കര ന്യായവിധിയായിരുന്നു, എല്ലാവരെയും ന്യായം വിധിച്ചു കളഞ്ഞു, അതൊക്കെ ശരിയാ. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ലെന്നേ. ഇവരുടെ ഉത്തരവാദിത്വം അവിടെ കൊണ്ട് കഴിയുന്നില്ല. ഇവരുടെ ഉത്തരവാദിത്വം എന്താ? ജീവൻ ഇവരിലാണ് ഇരിക്കുന്നത്. അടുത്ത തലമുറകൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ കൽപ്പന പെരുകണം, അല്ലേ? പെരുകണം, ഭൂമി മുഴുവനും നിറയണം, ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റപ്പെടണം. ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിതമായ ഈ 3 വ്യക്തി ജീവിതങ്ങൾ. ഞാൻ 3 എന്ന് പറയുമ്പോൾ ഓർത്തോണം, അത് 3 കുടുംബം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊള്ളുക, അല്ലേ? ഈ 3 ആൺമക്കളിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്കും പദ്ധതികൾക്കും വേണ്ടി മാത്രം നിൽക്കുന്നവർ. ഇപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കാത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ അവരെ സംബന്ധിച്ച് ജീവിക്കാൻ അവർക്ക് വല്ല അർഹതയുണ്ടോ? അവർക്ക് എന്താ അർഹത? കൃപയുടെ വാതിൽ അവർക്ക് വേണ്ടി തുറന്നത് കൊണ്ടല്ലേ അവർ പെട്ടകത്തിനകത്തേക്ക് കയറിയത്. ഈ കൃപ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ മാത്രമല്ല കേട്ടോ, പഴയ നിയമത്തിലും കൃപയൊക്കെ ഉണ്ട്.
പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൃപ അതിൻ്റെ ഏറ്റവും അധികരിച്ച നിലയിൽ നമ്മൾ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ഗൗരവമായ നിലയിൽ കൃപയെക്കുറിച്ച് നമ്മൾ അടുത്ത് കാണുന്നത് പുതിയ നിയമത്തിലാണ്. ഇപ്പം ഇവിടെയും നോഹയ്ക്ക് കൃപ ലഭിച്ചെന്നാണ് നമ്മൾ ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ വായിക്കുന്നത്. നോഹയ്ക്ക് ലഭിച്ച ആ കൃപയുടെ അംശികളായി തൻ്റെ ഭാര്യയും തൻ്റെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരെന്ന മരുമക്കളും അവരെല്ലാം കൃപയ്ക്ക് അംശികളായി. അവർ കൃപയെ അഗണ്യമാക്കിയില്ല. അവർ ആ ദൈവിക പദ്ധതിയിലേക്ക് കടന്നു വന്നു. എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ്! ഇവരും ഈ വെള്ളത്തിൽ തീർന്നു പോകേണ്ടതായിരുന്നേ. മനുഷ്യവർഗത്തിൻ്റെ മേലാണ് ദൈവത്തിൻ്റെ ന്യായവിധി വന്നത്, സകല മനുഷ്യരുടെ മേലും. അതിൽ നോഹയും കുടുംബം ഒക്കെപ്പെടും. പിന്നെ എങ്ങനെ അവർ രക്ഷപ്പെട്ടെന്ന് ചോദിച്ചാൽ അവിടെയാണ് ദൈവകൃപ. ദൈവത്തിൻ്റെ കൃപ നോഹയുടെ മേൽ വന്നു. ആ കൃപ നോഹ അഗണ്യമാക്കിയില്ല. ആ കൃപയിൽ സറണ്ടർ ചെയ്തു, ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവിക കൽപ്പനയാണ്, ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുക എന്നുള്ളത്. അങ്ങനെ അവർ ആ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നും അല്ലെന്നേ. ഞാൻ പറഞ്ഞു വരുന്നത് ഇനി ഈ 3 ആൺമക്കൾക്കും അവരുടെ ഭാര്യമാർക്കും അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ചാൽ എന്താ കുഴപ്പം? ഞങ്ങളുടെ ഞങ്ങൾ അവിടെ ഇടിഞ്ഞു പോകാത്തൊരു ബ്യൂട്ടി പാർലറുണ്ടല്ലോ, മറ്റൊരു ബ്യൂട്ടി പാർലറേ, വെള്ളം പൊങ്ങിയെങ്കിലും ബ്യൂട്ടീഷ്യനൊക്കെ വെള്ളത്തിൽ പോയി, എല്ലാം ന്യായവിധിക്ക് വിധേയമായി. പക്ഷെ പുള്ളിക്കാരിയുടെ ബ്യൂട്ടി പാർലറിലെ സാധനങ്ങളെല്ലാം ആ മുറിയിൽ ഇങ്ങനെ ഓടി നടപ്പുണ്ടായിരുന്നു, വാതിലടച്ചിട്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്കവിടെ കയറിയിട്ട് എങ്ങനെയൊക്കെ ഒന്ന് അങ്ങനെ ചെയ്യാമല്ലോ, ഇങ്ങനെ ചെയ്യാമല്ലോ, ബാക്കി പൂരിപ്പിച്ചോണം കേട്ടോ, എനിക്ക് അത്രയൊക്കെ പറയാറിയാവും. നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ, ഇങ്ങനെ ചെയ്യാമല്ലോ, അതിന് വാക്യമുണ്ടോ? പഴയ നിയമത്തിലുണ്ടോ? പുതിയ നിയമത്തിലുണ്ടോ? പിന്നെ അവിടെയുണ്ടോ ഇവിടെയുണ്ടോ? ഈ 3 മരുമക്കൾ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരികൾക്ക്, ഇവളുമാർക്ക് വായി തുറക്കാൻ പെർമിറ്റുണ്ടോ? പെർമിറ്റല്ലല്ലോ, ഇവർക്ക് വായി തുറക്കാനായിട്ട് അവകാശമുണ്ടോ? ആ 3 പെൺമക്കൾക്കും അമ്മയപ്പന്മാരുണ്ടെന്നുള്ളത് നിങ്ങൾ മറന്നുപോയി. ഈ 3 മരുമക്കൾ എന്ന് പറയുന്ന ആ പെൺകുട്ടികൾക്ക് സ്വന്തമായി അമ്മയപ്പന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരൊക്കെ എവിടെയപ്പോ? അവരെല്ലാം ന്യായവിധിയിൽ മുങ്ങിക്കിടക്കുക. ഈ അപ്പർ ഡെക്കിൽ നിന്നുകൊണ്ട് ഈ 3 മരുമക്കളും തങ്ങളുടെ മാതാപിതാക്കൾ ഒഴുകി നടക്കുന്ന കണ്ടിട്ടുണ്ട്. തങ്ങളുടെ സഹോദരങ്ങൾ, തങ്ങളുടെ ചാർച്ചക്കാർ, അയൽവാസികൾ അല്ലേ, അവരെയും കൂടെ കെട്ടിക്കൊണ്ട് വന്നതാണല്ലോ. അപ്പോൾ അവരൊക്കെ ഒഴുകി നടക്കുന്ന കാണുകയാണ് ഇവര്. കണ്ടിട്ടും പത്രോസ് അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? പത്രോസിനെ തന്നെ ഞാൻ കോട്ട് ചെയ്തേക്കാം. ഈ 3 മരുമക്കളോട് നമുക്ക് എന്താ പറയാനുള്ളത്? നീയൊക്കെ ഇത് അറിയാതിരുന്നെങ്കിൽ നിനക്ക് നന്ന് എന്നല്ലേ പത്രോസ് പറയുന്നത്. ഈ കൃപയെക്കുറിച്ച് നീയൊക്കെ അറിയാതിരുന്നെങ്കിൽ നന്നെന്ന്. ഇത്രയും അറിഞ്ഞിട്ടും കണ്ടിട്ടും അനുഭവിച്ചിട്ടും കണ്ണാലെ കാണുകയല്ലേ അല്ലേ? ഇനി വരച്ചു വെച്ചൊന്നും കൊടുക്കണ്ടല്ലോ. ഇനി വരയ്ക്കണേ എന്നതാ, കണ്ണാലെ കാണുകയാണ്. ശവങ്ങൾ ഒഴുകി നടക്കുന്ന കാഴ്ച, കനത്ത ന്യായവിധി. അത് കണ്ടിട്ട് ഈ 3 മരുമക്കൾ അവരുടെ ജീവിതം ക്രമീകരിച്ചില്ലെങ്കിൽ, ജീവിതം മീൻസ് അവരുടെ ചിന്താമണ്ഡലങ്ങൾ ശേഷം മനുഷ്യരെ പോലെ അല്ലെന്നേ. അവരുടെ അകന്ന ബന്ധത്തിലുള്ള ആളുകൾ പിന്നെ അവരുടെ പറഞ്ഞു വന്നാൽ എന്താ, ജ്യേഷ്ഠാനുജന്മാരുടെ ഇതിൽ വരുമല്ലോ, കായിൻ്റെ മക്കളൊക്കെ. അവരൊക്കെ ജീവിച്ചതുപോലെ ജീവിച്ചാൽ മതിയോ? അവരൊക്കെ ജീവിച്ച് ന്യായവിധിയിലേക്ക് പോയതുപോലെ ഇവർ ജീവിച്ചാൽ മതിയോ? ഇവിടെ ചില മുന്നറിയിപ്പുകൾ ഞാൻ തരികയാണ്. ഈ നോഹയുടെ ഈ 3 ആൺമക്കളോടും ഈ 3 മരുമക്കളോടും സജി പാസ്റ്റർ ചെന്ന് പ്രസംഗിക്കുക നിങ്ങൾ വിചാരിക്കുക. സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെയും വിളിച്ചിരുത്തു, ഞാനൊരു അരമണിക്കൂർ സംസാരിക്കാൻ പോവുകയാണ്. നമുക്ക് തിമോത്തിയോസിൻ്റെ ലേഖനം തുറക്കാം. ശരി, 1 തിമോത്തിയോസ് 6-ാം അധ്യായം തുറന്നിട്ട് നമുക്ക് അതിൻ്റെ ഒടുവിൽ താഴേക്ക് വരുമ്പോൾ ഇവിടെ പൗലോസ് ശ്ലീഹയാൽ എഴുതപ്പെട്ട ലേഖനം എൻ്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്, നോഹയുടെ കുടുംബക്കാരോട് വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞ്. ഇതിങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത് കേട്ടോ, ഞാനിത് വേറൊരു രീതി പറയുന്ന. ഉടനെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ മരുമക്കളിൽ 3 പെൺപിള്ളേരുണ്ടല്ലോ, അതിലൊരാളിരുന്ന് പെട്ടെന്ന് പറയാം, ഞാൻ വായിക്കാം. എന്നാ വായിച്ചോ. അങ്ങനെ വായിക്കുമ്പോൾ അതെന്താ വായിക്കുമ്പോൾ കേൾക്കുന്നത്? ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കാം എന്ന് അതിലൊരാൾ വായിച്ചു. ബാക്കി 2 സഹോദരിമാർ കേട്ടല്ലോ, ഈ 3 ആൺമക്കളും കേട്ടു, അപ്പനും അമ്മയും കേട്ടു, എല്ലാവരും കേട്ടു. അപ്പോൾ അവർ പറയാ, ഇതൊക്കെ എന്നാ പ്രസംഗമാ, ഇതൊക്കെയാണോ പ്രസംഗിക്കുന്നതെന്ന്. അവൻ്റെ മൂട്ടിൽ തീ പിടിച്ചിരിക്കുക. അന്നേരമായി ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ജീവന്റെ പുതുക്കത്തിൽ നടക്കണം, ശേഷം മനുഷ്യരെ പോലെ നടക്കരുത്. ഈ മനുഷ്യരുടെ മേല് ന്യായവിധി വന്നത് അവർ ദൈവത്തിന്റെ വഴികളിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ്. കായിന്റെ വംശത്തിൽ മാത്രമല്ല ന്യായവിധി വന്നത്, ശേത്തിന്റെ വംശത്തിൽ ന്യായവിധി വന്നു എന്ന് ഈ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും തിരിച്ചറിഞ്ഞു കൊള്ളണം. എന്തുകൊണ്ടാണ് അങ്ങനെ ന്യായവിധി വന്നതിൽ ശേത്തിന്റെ വംശക്കാർ പെട്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാക്യം ഒന്ന് വായിച്ചേക്കാം. യൂദായുടെ ലേഖനം, ഒരേ ഒരു അധ്യായമേ ഉള്ളൂ, 11-ാം വാക്യം.
ഈ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണിലുടക്കുന്ന കാര്യം എന്താ? അവർ കയ്യോ കഷ്ടം, അവർ കയ്യോ കഷ്ടം, അവർ കയ്യോ കഷ്ടം. ഭക്തന്മാരുടെ തലമുറയിൽ ഈ കാലത്ത് ജീവിക്കുന്ന ശേത്തിന്റെ വംശക്കാർക്ക് അയ്യോ കഷ്ടം. അവരെന്താ ചെയ്തത്? ഒരിക്കലും ദൈവം അനുവദിക്കാത്ത കാര്യങ്ങൾ, ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, തൻ്റെ ചട്ടങ്ങൾക്കും പ്രമാണങ്ങൾക്കും വിരുദ്ധമായി. അപ്പോൾ അന്ന് ചട്ടവും പ്രമാണവും കൊടുത്തോന്ന് ചോദിച്ചാൽ യെസ്, അവരുടെ മനസാക്ഷിയിൽ എഴുതിയിട്ടുണ്ട്. അത് മനസാക്ഷി യുഗമാണ്. ആ കാലത്ത് അവരുടെ മനസാക്ഷിയിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കണമെന്ന്. അത് തന്നെയല്ല, അവരുടെ പൂർവ്വപിതാവായ ആദമിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ എങ്ങനെയായിരിക്കണം വരേണ്ടതെന്ന്. 2 പേര്, ആദമിൻ്റെ 2 മക്കൾ കടന്നു വന്നു, കയീനും ഹാബേലും. അതിൽ കയീനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ലെന്നുള്ളത് ചരിത്ര രേഖയായിട്ട് എഴുതപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചെന്നുള്ളത്. അത് ഈ 2 വംശത്തിലുള്ളവർ തലമുറയായി വാമൊഴിയായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ നോഹയുടെ കാലത്തും എല്ലാവർക്കും ആ കാര്യമൊക്കെ അറിയാം. അല്ലാതെ ഇത് രഹസ്യത്തിൽപ്പെട്ട കാര്യമൊന്നുമല്ല, പെട്ടെന്ന് എവിടെന്നെങ്കിലും കുഴിച്ചെടുത്തോണ്ട് വന്നൊന്നുമല്ല. ഇതിങ്ങനെ തലമുറ കൈമാറി പോകുന്നുണ്ട്. അവരുടെ പൂർവന്മാരെ കുറിച്ചുള്ള ചരിത്രം അവർക്കറിയാം. വലിയവനായ ദൈവവുമായി ബന്ധമുള്ള ഒരു ജനവർഗമാണവർ. അതിൽ ഒരു വംശം, കയീന്റെ വംശം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അകന്നങ്ങ് പോയി എന്നാണ് വായിക്കുന്നത്. അതേസമയം ശേത്തിന്റെ വംശത്തിൽപ്പെട്ടവർ ദൈവത്തോട് ചേർന്ന് നടന്നു. അതിലൊരുവനെ ജീവനോടെ എടുത്തുകൊണ്ട് പോയി ദൈവം, അല്ലേ? അതിലൊരുവനെ ജീവനോടെ കൊണ്ടുപോയി. ഇതൊക്കെ ചരിത്ര ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ആ നിലയിൽ നിൽക്കുമ്പോൾ ആ വംശത്തിൽപ്പെട്ട ഒരാൾ പോലും, ഈ കയീന്റെ വംശത്തിൽപ്പെട്ട ആളുകളുടെ സമ്പ്രദായങ്ങൾ എന്താ, അവരുടെ പ്രസംഗത്തിന്റെ ടൈറ്റിലൊക്കെ വേറെ ആയിരിക്കും. കയീന്റെ വംശത്തിൽപ്പെട്ട ആരെങ്കിലും ലാമക്കോ അല്ലെങ്കിൽ അതിൽപ്പെട്ട ഒത്തിരി ആളുകളുണ്ടല്ലോ, അവരൊരു ഉണർയോഗം വെച്ചിട്ട് അവർ പ്രസംഗിക്കുക, നമുക്കല്പം പ്രോസ്പെരിറ്റിയൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ പെണ്ണുങ്ങളും ആണുങ്ങളും ഇരുന്ന് തുള്ളും. അവർ ചിലപ്പോൾ ആമേനും ഗ്ലോറിയൊക്കെ പറയും. ശേത്തിന്റെ വംശത്തിൽപ്പെട്ടവർ അതിന് ഗ്ലോറി പറയരുത്, അതിന് ആമയും പറയരുത്. അത്തരം പ്രസംഗങ്ങളെ താലോലിക്കരുത്, അതിൽ രസിക്കരുത്. അതൊക്കെ എന്താ, നമ്മെ തെറ്റിക്കാനുള്ളതാണ്, വഴി തെറ്റിക്കാനുള്ളതാണ്. അപ്പൊ ഇവിടെ തെറ്റിയിരിക്കുന്നു. അവർ കയ്യോ കഷ്ടം, അവർ കയീന്റെ വഴിയിൽ നടന്നു, വഴി തെറ്റിപ്പോയി. അവർ നടക്കാൻ പാടില്ലാത്ത വഴികളിലൂടെ നടന്നു, അല്ലേ? ആ നടക്കാൻ പാടില്ലാത്ത വഴികളിലൂടെ നടന്ന് അവസാനം ചെന്നെത്തിയത് എവിടെയാ? ചെന്നെത്തിയ സ്ഥലത്തിന്റെ പേരാണ് ന്യായവിധിയിലേക്ക് നടന്നുപോയെന്നുള്ളതാണ്. അതായത് ശേത്തിന്റെ വംശത്തിൽപ്പെട്ട ആളുകൾ നടക്കാൻ പാടില്ലാത്ത കയീന്റെ വംശക്കാരുടെ വഴിയിലൂടെ നടന്ന് നോക്കുമ്പോൾ അവിടെയും ഗ്ലോറിയുണ്ട്, ഇവിടെയും ഗ്ലോറിയുണ്ട്, എല്ലായിടത്തും ഗ്ലോറിയുണ്ട്. എന്നാൽ ശരി, എല്ലാ ഗ്ലോറിക്കും നമ്മളും ഗ്ലോറി പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അപ്പം നോഹ എന്ന് പറയുന്ന മനുഷ്യൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ കാര്യമൊന്നും അവരത്ര ഗവനിച്ചില്ല. അതെ, ഈ ഗ്ലോറിയൊക്കെ നിൽക്കും. നമ്മൾ ന്യായവിധിയിലേക്കാണ് ഇനി പോകുന്നത്. വലിയ താമസമില്ലാതെ, ഡേറ്റ് മാത്രമേ എനിക്ക് അറിയാത്തതുള്ളൂ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ന്യായവിധി ഉറപ്പാണ്. അത് എന്നോടല്ല പറഞ്ഞത്, എൻ്റെ ഗ്രാൻഡ് ഫാദറായ ഹാനോക്കിനോടാണ് ആ കാര്യം പറഞ്ഞത്. വലിയവനായ ദൈവം ആദ്യം പറഞ്ഞത് ആരോടാ? ഗ്രാൻഡ് ഫാദറിനോടാണ് പറഞ്ഞത്, ഹാനോക്കിനോടാണ് പറഞ്ഞത്. അതായത് നിന്റെ മകൻ മെതുശലേക്ക് എന്ന് മരിക്കുന്നോ അന്ന് ന്യായവിധി വരുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുക. അത് നോഹയ്ക്ക് മനസ്സിലായ കാര്യമാണ്. നോഹയുടെ മേൽ കൃപ വന്നു, നോഹയ്ക്ക് കൃപ ലഭിച്ചു. ആ കൃപ ലഭിച്ച നോഹയും കുടുംബവും മാത്രം പെട്ടകത്തിൽ കയറി. തൻ്റെ ആ വംശത്തിലുള്ളവർ, ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ്, ഏറ്റവും ക്ലോസ് ആയിട്ട്, കഴിഞ്ഞ ഞായറാഴ്ചയും കൂടെ കണ്ടതാ, മീൻ മേടിക്കാൻ പോയി ഇപ്പോൾ കണ്ടതാണ്, ചന്തയിൽ വെച്ച് കണ്ടതാണ്, അങ്ങനെ പല സ്ഥലത്ത് വെച്ചും പലരെയും കണ്ടതാണ്. അപ്പോൾ അവരൊക്കെ ചോദിച്ചു കുശലം, എന്താ, എങ്ങനെയുണ്ട് പ്രവർത്തനമൊക്കെ? അപ്പോൾ ഈ നോഹയോട് ഇതുപോലെ ചന്തയിൽ വെച്ച് ആളുകൾ ചോദിച്ചു കാണും, വേലയൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, ഞാനിങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും ന്യായവിധി എന്താണെന്ന് അറിയില്ല, നിങ്ങളൊക്കെ കയറണം കേട്ടോ, രക്ഷപ്പെടണം കേട്ടോ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കാണും. അപ്പോൾ അവരും ഊറി ചിരിച്ചിട്ട് പറഞ്ഞു കാണും, വേല നടക്കട്ടെ, ഞങ്ങൾ അതിൻ്റെ തലേ ദിവസം വന്നേക്കാം, ശരിയാക്കിയേക്കാം, ഞങ്ങൾ കയറിയേക്കാം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കാണും. ഈ മനുഷ്യനെ മടയനാക്കാൻ അവർ നോക്കിക്കാണും. പക്ഷെ ഇവരെല്ലാം മടയന്മാരായി. അപ്പോൾ ഇത് ഇത്രയൊന്നും വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ എനിക്കറിയില്ല. എന്നാലും എന്തായാലും ഇത് വിശദീകരണം നീണ്ടുപോയിരിക്കുക. നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് അത് പ്രയോജനപ്പെടണം, നല്ല രീതിയിൽ പ്രയോജനപ്പെടണം. ഓർത്തോണം, നോഹയുടെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരെ മുൻനിർത്തിക്കൊണ്ടാണ്. അവരുടെ ഫോട്ടോ ഒന്നും എന്നോട് ചോദിക്കരുത്, എൻ്റെ കയ്യിലില്ല, വരച്ചു വെച്ച് തരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. 3 ആണുങ്ങളെ അറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആണിനെയും പെണ്ണിനെയും ഓർക്കുക, 3 ആണുങ്ങളും 3 പെണ്ണുങ്ങളും.
അപ്പോൾ അവരെ അങ്ങനെ നിർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവരാണ് മനുഷ്യവർഗത്തിൻ്റെ നമ്മൾ ഹവ്വയെക്കുറിച്ച് പറയും, ഓക്കെ, നമ്മുടെ പൂർവ്വ പിതാവും മാതാവും എന്നൊക്കെ അവരെക്കുറിച്ച് പറയും, ശരിയാ, അതാ കറക്റ്റ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ഇവരെ എടുക്കാം. അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ കാണുമ്പോൾ ഇവരാണ് അതിൻ്റെ ഒരു അടിത്തട്ടി കിടക്കുന്നവർ, ഈ 3 പേരും. അതിൽ എനിക്ക് തോന്നുന്ന ഹാമിൻ്റെ വംശത്തിൽപ്പെട്ടവരാണ്. കോപിക്കരുത് കേട്ടോ, ഞങ്ങൾ അഖിലേന്ത്യാ സുറിയാനിയാന്നൊക്കെ പറഞ്ഞ് വരുന്ന പുള്ളികളൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ടാവും. അവരൊന്നും കോപിച്ചേക്കരുത്. നമ്മൾ ഷേമിൻ്റെ യാഫത്തിൻ്റെ മക്കളാകാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാം ഫോട്ടോ എല്ലാം വീഡിയോ ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ. വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാമായിരുന്നു, എല്ലാം വെറും ദ്രവീഡിയൻസ്. എന്നെ തന്നെ ഇപ്പോൾ ഒരു ഇരുട്ടത്ത് കാണുന്ന പോലെ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ദ്രവീഡിയനാണ്. ദ്രാവിഡനാണ്. യാഫത്തിൻ്റെ ആൾക്കാരല്ലേ. യാഫത്തിൻ്റെ എൻ്റെ വല്യപ്പൻ യാഫത്തിൻ്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നെങ്കിൽ ഞാൻ ചൊകാന്ന് ചുകന്നിരുന്നേനെ. അല്ല, എൻ്റെ മുതുമുത്തച്ഛന്മാർ ഷേമിൻ്റെ വംശത്തിൽപ്പെട്ടവരായിരുന്നെങ്കിൽ ഞാൻ ഒരു സ്വർണ്ണ കളറിലിരുന്നേനെ. നമ്മുടെ ഇറാൻ, ഇറാഖ്, പിന്നെ ജോർദാൻ, സൗദി അറേബ്യ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ ആളുകളെ പോലെ ഇരുന്നേനെ. അതൊക്കെ ഷേമിൻ്റെ വംശത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ കളറല്ല നമുക്ക്. നമ്മൾ ദ്രവീഡിയൻസ് ആണ്, ഇന്ത്യക്കാരല്ലേ, സൗത്ത് ഇന്ത്യൻസ് ആണ് വിശേഷിച്ച്. അപ്പം നമ്മുടെ കളർ ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ കളറൊക്കെ എവിടെയെങ്കിലും കിടക്കട്ടെ. പറഞ്ഞു വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൺമുമ്പിൽ വന്നു കഴിയുമ്പോൾ, ഇത്രയും കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ജീവിതം ക്രമീകരിച്ചില്ലെങ്കിൽ ഈ ഒരൊറ്റ പ്രസംഗം മതിയെന്ന്. ഇനി അടുത്ത ആഴ്ച എന്തിനാണ് പ്രസംഗിക്കുന്നത്? ഇനി അത് ഈ പ്രസംഗത്തിൻ്റെ എക്സ്റ്റൻഷൻ തുടർന്നുള്ളതൊന്നും കേൾക്കണമെന്നില്ല. ഇവിടം കൊണ്ട് തന്നെ ഒരു ഭയപ്പാടിലേക്ക് വരണം. നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്ന അനുഗ്രഹമാണ്. ദൈവത്തെ ഭയപ്പെടുന്നില്ലെന്നുള്ളതാണ് ഈ ലോകക്കാരുടെ മേന്മ. അവർക്ക് അതാ മേന്മയായിട്ട് കൂട്ടുന്നത്. നമ്മളങ്ങനെയല്ല, ദൈവത്തെ ഭയപ്പെടുന്നവരാണ്. അപ്പം ഞാൻ ഈ ഭാഗം ഇവിടെ വിടുകയാണ്. 1-ാമത്തെ ന്യായവിധി നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചിട്ട് ഇനിയും പറയാനൊക്കെ ഉണ്ട് ഒത്തിരി, പക്ഷെ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അടുത്തൊക്കെ പറഞ്ഞ് പൂർത്തീകരിക്കണമല്ലോ. അങ്ങനെ നമ്മൾ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് വർഷങ്ങൾ പിന്നെ മുന്നോട്ട് പോവുകയാണല്ലോ. വർഷങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ഈ പറയപ്പെട്ടതുപോലെ നോഹയുടെ 3 ആൺമക്കളിൽ മൂത്തവനായ ഷേം, ആ ഷേമിൻ്റെ വംശാവലിയിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു, പേര് അബ്രഹാം. അങ്ങനെ അബ്രഹാമിനെ വലുവനായ ദൈവം പേർ ചൊല്ലി വിളിക്കുന്നു, തൻ്റെ പദ്ധതികൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരുന്നു. അബ്രഹാമിൻ്റെ തലമുറകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെയാണ് ഇസഹാക്കിൻ്റെ മകനായ യാക്കോവിൻ്റെ പന്തിരുവര് നിൽക്കുന്നു. അവരെയാണ് ഇസ്രായേലിൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ആ ഇസ്രായേലിലെ വലുവനായ ദൈവം തൻ്റെ വഴികളിൽ നടത്തുകയാണ്. അങ്ങനെ അവർ ഒരു സമയം കഴിഞ്ഞപ്പോൾ കനാനിൽ നിന്ന് എവിടെ എത്തി? മിസ്രൈമിലെത്തി, അഥവാ ഈജിപ്തിൽ അതിഥികളായി കടന്നു വരികയാണ്. ജോസഫ് നിമിത്തം അവർക്ക് അതിഥികൾ എന്നുള്ള ആ ഒരു ബഹുമാനം ലഭിക്കുകയാണ്. അങ്ങനെ അവരവിടെ പെറ്റുപെരുകി ബിസിനസ്സുകൾ, കൃഷികൾ എന്നു വേണ്ട പശുപരിപാലനം, അങ്ങനത്തെ, അതായത് കാലിമേയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ വക്താക്കളാണല്ലോ അവർ. അങ്ങനെ അവർ വലിയ ധനാഢ്യരായി തീർന്നു. ഒരു സമയം കഴിഞ്ഞപ്പോൾ ജോസഫിനെ അറിയാത്തൊരു ഫറവോയെ ദൈവം രംഗത്ത് കൊണ്ടുവന്നു. അത് സാത്താൻ്റെ വേലയാണെന്ന് വിചാരിക്കുന്ന പെന്തിക്കോസുകാർ ഈ ലോകത്തുണ്ട്. ജോസഫിനെ അറിയാത്ത ഫറവോയെ രംഗത്ത് കൊണ്ടുവന്നത് സാത്താനാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. ജോസഫിനെ അറിയാത്ത ഫറവോയെ അവിടെ കൊണ്ടുവന്ന ആരാ? ദൈവമല്ലേ. അതുപോലെ തന്നെ ജോസഫ് ഒരു സമയത്ത് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹകനും ഇങ്ങനെയൊക്കെയുള്ള 1-2 പേരെ നമുക്കറിയാം. അതിൽ ഈ അപ്പക്കാരുടെ പ്രമാണി രാജാവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി അവനവിടെ വന്ന് കിടക്കുക. അവനെ അങ്ങോട്ട് തിരിച്ചു വിളിക്കുമ്പോൾ ജോസഫ് പറയുന്നുണ്ട്, എൻ്റെ കാര്യം കൂടെ ചെല്ലുമ്പോൾ ഒന്ന് ഉണർത്തിച്ചേക്കണേ, ഞാനൊരു പാപം മനുഷ്യനാ, എന്നെ ഒന്ന് രക്ഷിച്ചേക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുള്ളി രാജാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇതൊക്കെ മറന്നുപോയി. പുള്ളി അതൊക്കെ അവിടെ ചെന്നപ്പോൾ റെക്കമെൻഡേഷനൊക്കെ മറന്നുപോയി. അപ്പോൾ അത് സാത്താനാ മറന്നു കളയാനായിട്ട് പ്രേരിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം മുന്നമേ കണ്ടിട്ടുള്ള ഒരുവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ നിങ്ങളിതൊക്കെ ഉൾക്കൊള്ളുമെന്ന് തമ്പുരാനറിയാം. കാരണം സാത്താനെ മുൻനിർത്തിക്കൊണ്ടാണ് പെന്തിക്കോസിലെ പലരും മുന്നോട്ട് പോകുന്നത്. 1-ാം സ്ഥാനത്ത് സാത്താൻ, എന്നാ പറഞ്ഞാലും സാത്താൻ, തുമ്മിയാൽ സാത്താൻ, ചുമച്ചാൽ സാത്താൻ, എല്ലാം സാത്താൻ. ദൈവത്തിന് യാതൊരു പ്രാധാന്യമില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ഒരു വിലയില്ല. എല്ലാം സാത്താൻ കേന്ദ്രീകൃതമാണ്. സൈറ്റാൻ സെൻറ്റേഡ് ലൈഫ് എന്ന് പറയാം. അത് ഞാനൊരു തമാശ പോലെ പറഞ്ഞതായിട്ട് കൂട്ടിയാൽ മതി. എനിവേ, ഇതൊന്നും സാത്താനെ ഉപയോഗിക്കുന്ന ദൈവം, സാത്താനെ അനുവദിക്കുന്ന ദൈവം, അതൊക്കെ സത്യമാണ്. സാത്താൻ സ്വന്തം നിലയിലും പടക്കം പൊട്ടിക്കും, അതൊക്കെ സത്യമാണ്.
അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ നിർണയപ്രകാരമുള്ള മനുഷ്യൻ ജോസഫ്, അവൻ അങ്ങനെ ഏതെങ്കിലും അപ്പക്കാരൻ്റെയോ പാനപാത്രവാഹകൻ്റെയോ ഒന്നും സപ്പോർട്ടിൽ സിംഹാസനത്തിൽ കയറേണ്ടവനല്ല. ദൈവം നേരിട്ട് ഇടപെടും ജോസഫിന് വേണ്ടി. ദൈവം നേരിട്ട് ഇടപെടും. രാജാവിൻ്റെ സ്വപ്നങ്ങളെ വിവരിച്ചു കൊടുക്കുവാൻ, വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ വിശേഷപ്പെട്ട വരവും വിശേഷപ്പെട്ട ജ്ഞാനവും കൊടുത്തുകൊണ്ട് ജോസഫിനെ ദൈവം രാജാവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ദിവസമുണ്ട്. അതുവരെ ജോസഫ് ഇവിടെ വെയിറ്റ് ചെയ്യുക, അതുവരെ വെയിറ്റ് ചെയ്യുക. തത്രപ്പെടരുത്. കടന്ന് ഉപവാസ പ്രാർത്ഥനയൊന്നും പ്രഖ്യാപിച്ചേക്കരുത് ജോസഫ്. കാരാഗ്രഹത്തിൽ നിരാകാര വ്രതങ്ങളൊന്നും പറയണ്ട. സന്തോഷിക്കുക ജോസഫ്, ഈ കാരാഗ്രഹത്തിൽ സന്തോഷിക്കുക, എപ്പോഴും സന്തോഷിക്കുക. കാരാഗ്രഹത്തിൽ കിടന്ന ഒരു പൗലോസ് പറയുകയാണ്, ജോസഫിനോട് അങ്ങനെ പറയാൻ പറ്റില്ല സഹോദരങ്ങളെ, അദ്ദേഹം മനസാക്ഷി യോഗക്കാരനാണ്. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, അദ്ദേഹം ഒരിക്കലും ദൈവശബ്ദം കേട്ടിട്ടില്ല. ഇല്ല. ഈ പറയപ്പെടുന്ന കനത്ത പ്രതികൂലങ്ങളുടെ നടുവിലൂടെ പോകുമ്പോഴും പൊട്ടക്കിണർ, പിന്നെ പൊത്തിഫേറിന്റെ വീട്, കാരാഗ്രഹം, ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോലും ദൈവം ഒരു പ്രവാചകനെ അയച്ചിട്ടില്ല, തൻ്റെ അടുക്കൽ നേരിട്ട് സംസാരിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആകെ മുന്നമേ തനിക്ക് ലഭിച്ച രണ്ട് ദർശനങ്ങളാണ്, 2 സ്വപ്നങ്ങളാണ് കൈമുതലായുള്ളൂ. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട്, അതിനെ താലോലിച്ചുകൊണ്ടാണ് ജോസഫ് ഇവിടെ കിടക്കുന്നത്. നമുക്കിപ്പോൾ ജോസഫിൻ്റെ കാര്യം അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ, പറയണ്ട, വിട്ടേക്കാം. അപ്പം എനിവേ, ഈ വർഗത്തിൽപ്പെട്ട മനുഷ്യരാണ് ഇസ്രായേലിൽ പറയാൻ വേണ്ടിയിട്ടാണ്. കുറേ കഴിഞ്ഞപ്പോൾ ജോസഫിനെ അറിയാത്ത ഫറവോ രംഗത്ത് വന്നു. അത് ദൈവം അനുവദിച്ചതാണ്. കാരണം ഇവര് മിസ്രൈമിൽ അങ്ങനെ ലാൻഡ് ലോഡ്സ് ആയിട്ടിരിക്കേണ്ടവരല്ല, ഭൂപ്രഭുക്കന്മാരായിട്ടിരിക്കേണ്ടവരല്ല, വലിയ പ്ലാന്റർമാരായിട്ടിരിക്കേണ്ടവരല്ല, വലിയ ഫാം ഹൗസുകൾ നടത്തേണ്ടവരായിട്ടിരിക്കേണ്ടവരല്ല. അതൊക്കെ മിസ്രൈമിൽ നടത്തട്ടെ. ഇവർ വാഗ്ദത്ത ഭൂമിയിലേക്ക് വരേണ്ടതുണ്ട്. ഈ ജനവർഗം മിസ്രൈമിൽ അങ്ങനെ ഇരിക്കേണ്ടവരല്ലെന്നേ. അതിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ. എൻ്റെ കാരണം എന്നാ, ഇപ്പോൾ ഈ ഗോശൻ ദേശത്ത് താമസിക്കുന്ന ഇസ്രായേൽ കുലങ്ങളിൽ 12 ഗോത്രം ഉണ്ടല്ലോ. അതിലൊരു ഗോത്രമാണ് യഹൂദ ഗോത്രം. ആ ഗോത്രത്തിൽപ്പെട്ട ഏതോ ഒരു അച്ചായനും അമ്മാമ്മയും അവിടെ ഉണ്ട്. അവരിൽ നിന്നാണ് കാലാന്തരത്തിൽ ജോസഫും മറിയം ജനിക്കേണ്ടത്. അവർ മിസ്രൈമിൽ ഇരുന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികളൊന്നും നടപടിയാകില്ല. ഈ ജോസഫും മറിയയും അവർ ജനിക്കേണ്ടത് കനാനിലാണ്, വിശേഷാൽ നസ്രത്തിലാണ്. അങ്ങനെ നസ്രത്തിൽ ജനിക്കുന്ന അവർക്ക് അവരുടെ ഭവനത്തിലേക്ക് രക്ഷകൻ ഉദയം ചെയ്യുന്നുണ്ട്. ആ ഉദയം ചെയ്യുന്ന ആ ഉദയം എന്ന് പറയുന്നത് ബത്ലഹേമിലാണ്. അപ്പൊ ബത്ലഹേം എന്ന് പറയുന്ന കനാലിലാണ്, നസ്രത്ത് എന്ന് പറയുന്ന കനാലിലാണ്, ഗലീല എന്ന് പറയുന്ന കനാലിലാണ്. അവസാനം ഈ മെശിഹ ബലിയായി തീരേണ്ടത് ഗോൽഗോഥായിലാണ്, അഥവാ ജെറുസലേമിലാണ്. അതെല്ലാം കനാനിലാണ്. ഇപ്പൊ അവർ മിസ്രൈമിൽ ഇരിക്കുക. അപ്പൊ ഇവർക്ക് മിസ്രൈമിൽ നിന്ന് പോകാനോ ഇങ്ങനെ ഭാവി പദ്ധതികളെ കുറിച്ചോ യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തമ്പുരാനെ ഇളക്കുകയാണ്, ഓടിക്കുകയാണ്, ഓടറാന്ന് പറഞ്ഞ്. അതായത് അവർക്ക് ഒരു ചിന്ത അങ്ങ് വരികയാണ്, വല്ല പ്രകാരത്തിൽ ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി, ഇവിടെ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല എന്ന നിലയിലേക്ക് വന്നു. അപ്പൊ അവരുടെ ആ സമാധാനമൊക്കെ എടുത്തു കളഞ്ഞ ഒരു അസ്വസ്ഥതയിലേക്ക് കൊണ്ടുവന്ന ആരാ? സാത്താനാണെന്ന് പറയാം. അതിനനുവദിച്ചതാരാ? പ്ലാനും പദ്ധതിയുള്ള ഒരുവനാണ് അതൊക്കെ അനുവദിച്ചത്. ഇവനങ്ങനെ അവിടെ സ്വസ്ഥതയിൽ സമാധാനത്തിൽ കിടക്കേണ്ടവരല്ലെന്നേ. ഇവരവിടെ വരണം. യെസ്, ഓടിച്ചു വിട്ടേക്കാം. അത് നമ്മുടെ ടോപ്പിക്കിലുള്ളതല്ല. എങ്കിലും അങ്ങ് ജോസഫിനെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ആവേശമാണ്. ജോസഫിനെ അടുത്ത് കിട്ടിയാൽ പിന്നെ ഒരു ആവേശമാണ്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാ. ഓക്കെ, അവരങ്ങനെ പ്രയാണം ചെയ്ത് വാഗ്ദത്ത ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന ചരിത്രം അതങ്ങ് പറഞ്ഞാൽ മതി നമുക്ക്. പക്ഷെ ഞാനൊന്ന് ഇത്രയും കൂടെ അങ്ങ് കൂട്ടി പറഞ്ഞാലല്ലോ. പക്ഷെ ഞാൻ ഇത്രയും കൂടെ കടന്നങ്ങ് ചിന്തിച്ചു, അതങ്ങ് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ അങ്ങനെ അവർ പെസഹായും ചോരത്തലയും ആചരിച്ച് മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മാർച്ച് ചെയ്യുകയാണ്, മുൻപോട്ട് വരികയാണ്. വെളുപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിച്ച് മുൻപോട്ട് വരികയാണ്. അങ്ങനെ അവർ ചെങ്കടലിന്റെ കരയിൽ വരുന്നു. ചെങ്കടലിന്റെ കരയിൽ വന്നപ്പോൾ പൗലോസ് എഴുതി വെച്ചിരിക്കുക, അത് സ്നാനത്തിനൊരു മുൻകുറിയെന്ന്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്ക് വരികയാണ്. അവർ ചെങ്കടലിന്റെ കരയിൽ വന്നിരിക്കുകയാണ്. ചെങ്കടലിന്റെ കരയിൽ വന്നിട്ട് അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ വഴി അടഞ്ഞിരിക്കുകയല്ലേ. അവിടെ മോശയുടെ കരത്തോടുകൂടെ വലിയവനായ ദൈവം തൻ്റെ കരം ചേർത്ത് വെച്ച് ചെങ്കടലിനെ വിഭാഗിച്ച് നേർനിലത്തിലൂടെ, ഉണങ്ങിയ നിലത്തിലൂടെ അവരെ മറുകരയിലേക്ക് കൊണ്ടുവരികയാണ്. ആ സമയത്ത് ഫറവോയും സൈന്യവും പിന്നിലുണ്ട്. അങ്ങനെ ഇവര് അവസാനത്തെ ആള് മറുകര കടന്നു കഴിഞ്ഞപ്പോൾ ഫറവോയും സൈന്യവും അതേ വഴിയിലൂടെ മറുകര കടക്കാനായിട്ട് ശ്രമിച്ചു. ഫറവോയെയും സൈന്യത്തെയും വെള്ളത്തിൽ മുക്കിക്കൊന്നെന്നാണ് നമ്മൾ വായിക്കുന്നത്. അവരെല്ലാം വെള്ളത്തിൽ അവസാനിച്ചു പോയി. അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്
പുറപ്പാട് ദിവസം 15-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 1-2 വാക്യങ്ങളിലാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. ആ വാക്യം ഒന്ന് വായിച്ചേ. പുറപ്പാട് ദിവസം 15-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 1-2 വാക്യം. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയതെന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എന്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എന്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. ഓക്കെ അതിന്റെ തൊട്ട് മുകളിൽ 14-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തൊക്കെയുണ്ട് കുതിരയെയും കുതിരപ്പുറത്തിരുന്നവനെയൊക്കെ വെള്ളത്തിൽ തള്ളിയിട്ട് കളഞ്ഞു. ഇവിടെയും അത് വായിച്ചു. അവന്റെ മേൽ ഫറവോയുടെ മേൽ ന്യായവിധി അയച്ചെന്നുള്ള കാര്യങ്ങൾ ഈ 14-ാം അധ്യായത്തിന്റെ ഒടുവിലും 15-ാം അധ്യായത്തിന്റെ തുടക്കത്തിലൊക്കെയുണ്ട് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്. ഇനി നമ്മൾ ആ നോഹയുടെ ആ ചരിത്രം പറഞ്ഞതുപോലെ ആ ചരിത്രത്തിലേക്ക് ഒന്നോടെ വരിക. എനിക്ക് നിങ്ങളുടെ മുമ്പാകെ 1 തിമോത്തിയോസ് 6-ാം അധ്യായം വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടില്ല ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. അതങ്ങ് ചുമ്മാ പറഞ്ഞ് നിങ്ങളങ്ങ് ഗ്രഹിക്കുകയായിരുന്നെങ്കിൽ എനിക്കിങ്ങനെയൊന്നും പുറകോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. അത് സതുദ്ദേശത്തിൽ ഗ്രഹിക്കുകയും നല്ല രീതിയിൽ എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത്ര വലിയ സാഹസത്തിന് മുതിരില്ല. നിങ്ങളെ ഇങ്ങനത്തെ ഒരു ഭയാനകമായ അന്തരീക്ഷത്തിലേക്കൊന്നും വിളിച്ചോണ്ട് പോകില്ല. അപ്പോൾ അത് നിങ്ങളിൽ കുറേ ആളുകൾക്ക് ആ പാളിച്ച പറ്റിയതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ ലേഖനം വിശദീകരിക്കാൻ ഞാൻ ഇത്രയും ഉത്സാഹിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ ജനം ചെങ്കടലിലൂടെ കടന്ന് മറുകരയിലേക്ക് വരുന്നു. അവരെ പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ച ഫറവോയും സൈന്യവും അവരെ പിന്തുടരുകയാണ്. ഈ വള്ളംകളിക്കാർ പറയുന്ന പോലെ ഒരു വള്ളപ്പാട് അകലെ എത്തി എന്ന് പറഞ്ഞതുപോലെ ഫറവോയും സൈന്യവും തൊട്ടുപുറകെ ചേർന്നുണ്ട്. അപ്പോൾ അവരിൽ അവസാനത്തെ ആളും മറുകര കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം വീണ്ടും ഒന്നായി ചേർന്ന് അവർ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഇപ്പം ഇസ്രായേൽ വെള്ളത്തിലൂടെ ചെങ്കടലിലൂടെ മറുകര കടന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് എഴുതി വെച്ചിരിക്കുകയാണ് പുതിയ നിയമത്തിൽ. ഇതെല്ലാം സ്നാനത്തിന് മുൻകുറിയായിട്ട് 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, നോഹയുടെ കാലത്തെ ന്യായവിധി. 2, ഈ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന കാര്യം. അങ്ങനെ ഇത് രണ്ടും സ്നാനത്തിന് മുൻകുറിയാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇസ്രായേൽ ജനം മുഴുവനും മറുകര കടന്നതിൻ്റെ ആനന്ദത്തിൽ സന്തോഷത്തിൽ അവർക്ക് ലഭിച്ച പുതിയ പാട്ടും വെച്ച് അവർ പാട്ട് പാടുകയാണ്. മോശയാണ് പാട്ടുപാടി തുടങ്ങുന്നത്. മിരിയാം സപ്പോർട്ട് ചെയ്യാണ്. തപ്പെടുത്ത് നൃത്തം ചെയ്ത് മിരിയാം പാട്ടിന് കൊഴുപ്പ് കൂട്ടുന്നുണ്ട്. അതിൻ്റെ സന്തോഷം ഭയങ്കരമാണ്. സന്തോഷം, വലിയ വിടുതലാണ്. പെസഹായും ചോരത്തിലെ ആചരിച്ച് സംഹാരകനിൽ നിന്ന് രക്ഷ പ്രാപിച്ച് മിസ്രൈം വിട്ട് വഴി അടഞ്ഞ സ്ഥാനത്ത് വഴി തുറന്നവരെ മറുകര കടത്തിയ ദൈവസ്നേഹത്തെ ഓർത്ത് ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞപ്പോൾ, സന്തോഷം കൊണ്ട് നിറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി താപ്പെടുത്ത് പാട്ടുപാടുകയാണ്. വലിയവനായ ദൈവത്തിൻ്റെ വലങ്കരത്തെക്കുറിച്ച് അവിടെയൊന്നും എഴുതിയിട്ടില്ല. അത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ പറയപ്പെട്ട ഇൻസിഡന്റ് എഴുതിയിരിക്കുന്നത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ മോശയുടെ കരത്തോടുകൂടെ വലിയവനായ ദൈവം കരം ചേർത്ത് വെച്ച്, ആ വലങ്കരം ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി വിസ്മയകരമായ കാര്യങ്ങൾ ചെയ്തു ഇസ്രായേലിന് വേണ്ടി. അപ്പോൾ അത് വാഴ്ത്തി പാടേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവിടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. സന്തോഷത്താൽ, ഒരുപക്ഷെ സന്തോഷ അശ്രുക്കൾ ഒക്കെ വന്ന് കാണുമായിരിക്കാം. ഇനിവേ അങ്ങനെ പാട്ടൊക്കെ പാടി ഇവരെല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ചെങ്കടലിലെ ആ നിവിബ ബീച്ചിൽ നിന്ന് അവർ ക്രോസ് ചെയ്ത് ഗൾഫ് ഓഫ് അക്വാബയിലെ ആ പോർഷൻ ക്രോസ് ചെയ്ത് മറുകര വന്നിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്നതാ കാണുന്നത്? ആ കാലത്തെ ഏറ്റവും പ്രബലനായ രാജാവാണ് ഫറവോ. ആ ഫറോയും തൻ്റെ സൈന്യവും തൻ്റെ സേനാനായകന്മാരും തൻ്റെ കേമന്മാരും അവരെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് അല്ലേ? ഏറ്റവും വിലപിടിപ്പുള്ള കുതിരയായിരിക്കും ഒരുപക്ഷെ ഫറവോയുടെ രഥത്തിൽ കെട്ടിയിരിക്കുന്നത്. ഫറവോയുടെ രഥത്തിലായിരിക്കും ഏറ്റവും വിലപിടിപ്പുള്ള കുതിര, ശക്തിമത്തായ കുതിര. എല്ലാം ശരിയാ, പക്ഷെ എല്ലാം ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി ഇങ്ങനെ ചത്ത് മലച്ച് കിടക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ പുസ്തകത്തിൽ കാണുന്നത് അത് ദൈവിക ന്യായവിധി എന്നാണ് കാണുന്നത്. ദൈവിക ന്യായവിധി. ഫറവോയുടെ മേൽ ദൈവിക ന്യായവിധി കടന്നു വന്നു. ദൈവിക ന്യായവിധി. അപ്പോൾ ഇസ്രായേൽ മറുകര കടന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ദൈവിക ന്യായവിധിയാണ്. ദൈവിക ന്യായവിധി. ആ ന്യായവിധിയിൽ നിന്ന് ഇസ്രായേൽ തെറ്റി ഒഴിഞ്ഞിരിക്കുന്നു അല്ലേ? അവരും ആ വെള്ളത്തിൽ നിൽക്കുകയായിരുന്നെങ്കിലോ? അവരും ഈ ചെങ്കടലിൻ്റെ നടുക്ക് നിൽക്കുന്ന സമയത്ത് ഫറവോ ഓടി വന്നത് വെള്ളം ചേർന്ന് വരികയാണ്, എല്ലാവരും ന്യായവിധിയിലാകപ്പെട്ടേനെ. പക്ഷെ അവരെ ആ ന്യായവിധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവർ വെള്ളത്തിലൂടെ തന്നെയാണ് മറുകര കടന്നത്.
വെള്ളം അവർക്ക് വേണ്ടി മതിലായി ഇങ്ങനെ നിന്നുകൊടുത്തു, അല്ലേ? ന്യായവിധി അവരെ സ്പർശിക്കാതെ വണ്ണം വെള്ളം മതിൽ പോലെ നിന്നുകൊടുത്തു. അതിന് നടുവിലൂടെ ഉണങ്ങിയ നിലത്തുകൂടെ അവര് ഐശ്വര്യമായി മറുകര കടന്നു. എന്നാൽ അതേ കാര്യം ചെയ്യാൻ ശ്രമിച്ച ഫറവോയുടെയും സൈന്യത്തിന്റെയും മേൽ ദൈവിക ന്യായവിധി കടന്നു വന്നു. അതല്ല വിഷയം. മറുകര കടന്നു നിൽക്കുകയാണ് ഇസ്രായേൽ. മോശയും അഹ്റോനും ഉണ്ട്, അവരുടെ മക്കളുണ്ട്, മിരിയാമുണ്ട്, മറ്റ് പലരുണ്ട്. മോശയോട് ചേർന്ന് യോശുവ നിപ്പുണ്ട്, എല്ലാവരും നിപ്പുണ്ട്. അവരെല്ലാം ഒരു യു ടേൺ എന്ന് പറഞ്ഞ പോലെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലേ, മുന്നോട്ടല്ലേ പ്രയാണം, ഇപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ച എന്താ? അതിഭയാനകമായ ന്യായവിധി. ആ ന്യായവിധി കണ്ണാല കണ്ട മനുഷ്യരാണ് ഈ ഇസ്രായേലിയർ. ദൈവിക ന്യായവിധി അവരെ വിടുവിച്ചിറക്കിക്കൊണ്ടുവന്ന ദൈവം ആരെന്നവരറിയുന്ന നിമിഷങ്ങളാണത്. അവരെ വിടുവിച്ചിറക്കിക്കൊണ്ടുവന്നവൻ ആരെന്ന് അവരുടെ കണ്ണിന്റെ മുമ്പിൽ തുറന്നു വരികയാണ്. അവരെ കാഴ്ച കാണുകയാണ്. ആ കാഴ്ച കണ്ടാണ് ഇനി അവർ മുൻപോട്ട് പോകേണ്ടത്. ഈ കാഴ്ച കണ്ട് മുൻപോട്ട് പോകേണ്ട അവരെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത് എന്താ? അവർ ദൈവത്തെ പരീക്ഷിച്ചെന്നാണ് നമ്മൾ കാണുന്നത്. ഈ മരിയാത്രയിൽ മുൻപോട്ടുള്ള പ്രയാണത്തിൽ അവർ ദൈവത്തെ പരീക്ഷിച്ചു. റോമാലേഖനം പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ചെങ്കടൽ കടന്നു വന്നവർ, വെള്ളത്തിലൂടെ രക്ഷപ്പെട്ടു വന്നവർ ഇനി ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ശേഷം മനുഷ്യരെ പോലെ ജീവിക്കാൻ പാടില്ല. അവർക്ക് കൃപയാൽ ലഭിച്ചൊരായുസാണ്. സംഹാരകനിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. ചെങ്കടലിൽ മറുകര കടന്നു. ചെങ്കടലിലൊക്കെ മുങ്ങിച്ചാകാമായിരുന്നു, ദൈവം അതിനെ അനുവദിച്ചില്ല, അല്ലേ? ഈ ഇസ്രായേലരും മിസ്രൈമ്യരും രണ്ടു കൂട്ടരാ. ഈ രണ്ടും ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ? ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഈ രണ്ടു കൂട്ടരും ദൈവത്തിന്റെ സൃഷ്ടികളാ. അതിൽ ഇസ്രായേലിയർ ആ ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു. ദൈവിക കൃപ അവരുടെ മേൽ പകരപ്പെട്ടു. മറുഭാഗം ആ കൃപയെ അഗണ്യമാക്കി. ദൈവം നിരന്തരമായി സംസാരിച്ചു തന്റെ ദാസനിലൂടെ ഫറവോയോട്, അല്ലേ? 10 ബാധകൾ അയക്കുമ്പോഴും അതിന്റെ പിന്നിൽ ദൈവിക സ്വരമാ മുഴങ്ങുന്നത്. ഞാൻ ആരെന്ന് നീ അറിയണം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ഫറവോ നീ അറിയണം. ഞാൻ എൻ്റെ ദാസനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുകയാണ്. നീ അന്വേഷിക്കണം എന്നെ, നിന്റെ സൃഷ്ടാവിനെ നീ അന്വേഷിക്കണം, അവന്റെ മുമ്പാകെ മുട്ടുമടക്കണം. പക്ഷെ ഫറവോ ഓരോ ദിവസവും ഹൃദയം കഠിനമാക്കി. അവൻ ഇതിനൊന്നും വില കൊടുത്തില്ല. ഒരു കൂസലില്ലാതെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ പുച്ഛിച്ചു, തൻ്റെ ദാസനെയും അവഗണിച്ചു. അങ്ങനെ അവന്റെ ഹൃദയം കഠിനമായി അതിന്റെ ഒടുവിലേക്ക് വന്നപ്പോൾ വലുവനായ ദൈവം ഒരു ആമേനങ്ങ് പറഞ്ഞു. എന്നാൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നിന്റെ ഹൃദയം കഠിനമാണല്ലോ, കഠിനമായിരിക്കട്ടെ. പക്ഷെ നമ്മൾ പുറപ്പാട് ദിവസത്തിൽ വായിക്കുമ്പോൾ യഹോവയായ ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കി എന്നാണ് വായിക്കുന്നത്. ദൈവം കഠിനമാക്കി എന്നല്ല അതിൻ്റെ ഉത്തരം. അത് അന്യായമല്ലേ അങ്ങനെ ചെയ്ത? അത് ദൈവത്തിന്റെ കാര്യപരിപാടി ഫറവോയുടെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വന്നപ്പോഴും സൃഷ്ടാവായ ദൈവത്തിന്റെ സകലത്തിന്റെയും പരിപാലകനും നിയന്ത്രിതാവുമായവന്റെ മുമ്പാകെ സറണ്ടർ ചെയ്യാൻ മനസ്സ് കാണിച്ചില്ല ഫറവോ. അവൻ ഓരോ ദിവസവും ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നു. അതിന്റെ ഒടുവിലാണ് ഞാൻ പറഞ്ഞത് ദൈവം ആമേൻ പറഞ്ഞെന്ന്. ഒരു സമയം വരെ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കും. സമയം കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മളെ നമ്മുടെ വഴിക്ക് അങ്ങ് വിടും. ശരി, എന്നാൽ അങ്ങനെ ആട്ടെ. അതിനാണ് നമ്മൾ ആമേൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഫറവോയുടെ മുമ്പാകെ യെസ്, ഓക്കെ, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. ഫറവോ നിന്റെ ഇട്ടത്തിന് പൊക്കോളാൻ പറഞ്ഞു. അതേസമയം ദൈവശബ്ദം കേട്ട ഒരു മനുഷ്യൻ അവരുടെ ഇടയിൽ ഇസ്രായേലിന്റെ നടുവിലുണ്ടായിരുന്നു, മോശ ദൈവശബ്ദം കേട്ട് ജനത്തോട് പങ്കുവെച്ചു. അത് ദൈവിക അരുളപ്പാട് ഇങ്ങനെയാണ്: ആബീബ് മാസം 10-ാം തീയതി മിസ്രൈമിലെ ചന്തയിൽ നിന്നൊരു ആടിനെ മേടിക്കണം, അതിനെ സൂക്ഷിക്കണം, ഊനമുണ്ടോ എന്ന് നോക്കണം. ആബീബ് മാസം 14-ാം തീയതി അതിനെ അറുത്തതിന്റെ രക്തം കട്ടിലയുടെ നെടുമ്പടിമേലും കുറുപടിമേലും പുരട്ടണം. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രമമായി ചെയ്ത് മുൻപോട്ട് പോകേണ്ടതുണ്ട്. തിടുക്കത്തോടെ മിസ്രൈം വിടേണ്ടതുണ്ട്. അവരതെല്ലാം അങ്ങനെ തന്നെ പാലിച്ചെന്നേ. ആ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പാലിച്ചില്ലേ? പിന്നെ ഒരു പിറുപിറുപ്പുണ്ടായത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ചെങ്കടലിന്റെ കരയിൽ വന്നപ്പോൾ കോരഹാന്റെ ടീംസ്, അല്ലേ, കോര ആൻഡ് ബ്രദേഴ്സ് അങ്ങനെ പറയാം. ആ ടീംസൊക്കെ അവിടെ വന്നപ്പോൾ പലരും ഉണ്ടാവും അതിനകത്തൊക്കെ. എല്ലാ കാര്യത്തിലും ജോയിൻ ചെയ്യാൻ ആളുകൾ ഉണ്ടാവുമല്ലോ.
ഒരു 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 ചെറിയ ഒരു വിഷയമൊക്കെ വരുമ്പോഴത്തേക്കും ആളുകൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടും അവരുടെ കൂട്ടത്തിലും കുറച്ച് പേര് ചേരും, കുറച്ച് പേര് ഇവരുടെ കൂട്ടത്തിലും ചേരും. അങ്ങനെ കാര്യം എന്താണെന്നൊന്നും അറിഞ്ഞിട്ടല്ല, ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ നിന്നൊരു ഏതെങ്കിലും രണ്ട് പറയണ്ടേ. അങ്ങനെ കുറച്ചു പേര് മോശയ്ക്ക് വിരോധമായി ചിന്തിച്ചു. ആ കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന എവിടെയാ? നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അനുസരിക്കുവാൻ അവർക്ക് മനസ്സിലായിരുന്നു. നീ അവര് ചെയ്ത അത്ഭുതങ്ങളെ അവർ ഓർക്കാതെ ദുഷ്ടാഠ്യം കാണിച്ച് തങ്ങളുടെ അടിമപ്പാടിലേക്ക് മടങ്ങി പോകാത്തക്കവണ്ണം തങ്ങളുടെ മത്സരത്തിൽ ഒരു തലവനെ നിയമിച്ചു. നീയോ ക്ഷമിക്കുവാൻ ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാ സമൃദ്ധിയും ഉള്ള ദൈവമാകിയാൽ അവരെ കൈവിട്ട് കളഞ്ഞില്ല. ഈ വാക്യങ്ങളൊക്കെ വായിച്ച് അവിടെ നിന്ന് ധ്യാനിക്കണം. നമ്മുടെ ദൈവത്തിന്റെ ആ സ്വഭാവം അടുത്ത് നിന്ന് കാണണം. അപ്പോൾ അങ്ങനെ ആ വലിയവനായ ദൈവത്തെ അടുത്ത് മനസ്സിലാക്കുക. ഇനിവേ പറഞ്ഞു വരുന്നത് എന്താ? പറഞ്ഞു വരുന്നത് അവരവരുടെ അടിമപ്പാടിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ച് തലവന്മാരെ പോലും നിശ്ചയിച്ചു. മോശയോട് അവർ പറയുകയാണ്. അത് പുറപ്പാട് ദിവസം 14-ാം അധ്യായത്തിൽ അതിൻ്റെ സൂചനകളുണ്ട്. 14-ാം അധ്യായത്തിൽ അതിൻ്റെ സൂചനകളുണ്ട്. എന്നാൽ ദൈവം അവരെ കൈവിട്ട് കളഞ്ഞില്ലെന്നാണ് വായിക്കുന്നത്. ചെങ്കടലിന് മുമ്പ് അവരെ എന്ത് ചെയ്തില്ല? കൈവിട്ട് കളഞ്ഞില്ല. കാരണം എന്നാ? പെസഹായും ചോരത്തലി ആചരിച്ചു വന്നവരാ. അവരെ കൈവിട്ട് കളയാതെ ചെങ്കടൽ കടത്താനായിട്ട് ദൈവം അവർക്ക് വേണ്ടി വഴിയൊരുക്കി, സാഹചര്യങ്ങൾ ഒരുക്കി. ഈ അടുത്ത ദിവസം ഞാനൊരു സ്നാനവുമായി ബന്ധപ്പെട്ട് ആ സ്നാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ ഇങ്ങനെ വരികയാണ്. തടസ്സങ്ങൾ. കാരണം ഈ ചെങ്കടൽ കിടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കണ്ടില്ലേ, ആളുകൾ തലവന്മാരെ നിയമിക്കുന്നു, അടിമപ്പാടിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. ചെറിയ തടസ്സങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ആളുകൾ സ്വാഭാവികമായിട്ടും, ഇപ്പം ഞാനുമായി ബന്ധപ്പെട്ട സ്നാനത്തിൻ്റെ കാര്യമല്ല, പൊതുവിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഈ തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ വന്ന ആളുകൾ പെട്ടെന്ന് അങ്ങ് ഫെഡപ്പായി പോവും. എന്നാൽ ശരി, സ്നാനമൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് പോയേക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എനിവേ, ഇവിടെ ഇവർ അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും ദൈവം അവരെ കൈവിട്ട് കളഞ്ഞില്ല. അവർക്ക് വിവേകം കൊടുത്ത്, പരിജ്ഞാനം കൊടുത്ത് അവരെ മോശയോട് ചേർത്ത് നിർത്തി അവരെ മറുകര കടത്തി. അപ്പോൾ ഇവിടെയൊക്കെ തകർച്ചകൾ സംഭവിക്കാമായിരുന്നു എന്നുള്ളതിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. തകർച്ചകൾ സംഭവിക്കാമായിരുന്നു, എന്നാൽ അങ്ങനെ കൈവിട്ട് കളയാതെ അവരെ മറുകര കൊണ്ടുവന്നു. ദാനമായി ലഭിക്കപ്പെട്ടൊരു ജീവിതമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചപ്പോൾ. കൃപയാൽ ലഭിക്കപ്പെട്ടൊരു ജീവിതമാണ്. ചെങ്കടലിൽ അവസാനിച്ചു പോകാമായിരുന്നു വേണമെങ്കിൽ. ഫറവോയോട് കൂടെ വേണമെങ്കിൽ വെള്ളത്തിലിടാമായിരുന്നു. ഇപ്പം ഈ വായിച്ചതിന് പ്രകാരം മറുതലിക്കില്ല കണ്ടത്. വേറെ നായകനെയൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ചോദ്യം ചെയ്യുന്നത്. ദൈവം അവർക്ക് നായകനായിട്ട് വെച്ചിരിക്കുന്നത് മോശയാണ്. പകരം ഒരു നായകനെ തിരഞ്ഞെടുക്കാൻ അവർക്ക് എന്താ അവകാശം? ഒരവകാശവുമില്ല. ദൈവം അരുളി ചെയ്യുന്നതും ദൈവം പറയുന്നതുമായ കാര്യങ്ങളെ അനുസരിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. പകരം ആരെയും തിരഞ്ഞെടുക്കാനൊന്നും ദൈവം അനുവദിച്ചിട്ടില്ല. പക്ഷെ അവരതിനൊക്കെ തുനിഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ ആ ചെങ്കടലിൽ അവരെയും അവസാനിപ്പിക്കാം. പക്ഷെ അവരെ എന്ത് ചെയ്തില്ല? അവസാനിപ്പിച്ചില്ല. ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് അവർ. അവർക്കൊരു അനുതാപം കൊടുത്തുകൊണ്ട് അവരെ മറുകര കൊണ്ടുവന്ന് അവരെ ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാൻ പാകത്തിന് പ്രാപ്തമാക്കി. എന്നിട്ടാണ് ഞാൻ പറഞ്ഞത്, അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഫറവോയും സൈന്യവും ആ വെള്ളത്തിൽ അവരവിടെ ന്യായവിധിയിലകപ്പെട്ടു. ചെങ്കടലിൽ അവർ ന്യായവിധിയിലകപ്പെട്ടു. അപ്പോൾ രണ്ടാമത്തെ ന്യായവിധി, രണ്ടാമത്തെ മുൻകുറി പറഞ്ഞു, രണ്ടാമത്തെ ന്യായവിധിയാണ് ഇപ്പോൾ പറഞ്ഞത്, അല്ലേ? ഭയാനകമായ ന്യായവിധി. ഈ മരുയാത്രയിൽ അവരിലൊരു മനുഷ്യൻ പോലും ദൈവത്തോട് മറുതലിക്കാൻ പാടില്ല. ഈ കാഴ്ചയൊക്കെ കണ്ടതും അനുഭവിച്ചതും ആണെങ്കിൽ, അല്ലേ? ഈ കാഴ്ച കണ്ണാലെ കാണുകയും ഇതൊക്കെ അനുഭവിക്കുകയും ചെയ്ത ആ മനുഷ്യര് ജീവനുള്ള ദൈവത്തോട് മറുതലിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ ദാസൻ, അവരുടെ നായകനായ മോശയോട് വിരോധം പ്രകടിപ്പിക്കാനോ മറുതലിക്കാനോ വാക്കുകളെ അഗണ്യമാക്കാനോ ഒന്നും അവർക്ക് സാധ്യമല്ല. അടിയനിതാ എന്ന മനോഭാവത്തിലായിരിക്കണം അവര്. അങ്ങനെയല്ലേ വേണ്ടത്? പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. പിന്നീട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു ചാപ്റ്ററാണ് സംഖ്യാപുസ്തകം 11-ാം അധ്യായം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ഭയാനകമായൊരു അധ്യായമല്ലേ? അതൊന്നും എടുക്കണ്ട, നമ്മൾ വായിക്കുന്നൊന്നുമില്ല. അവിടെ നമ്മൾ കാണുകയാണ്, അവരുടെ കൂട്ടത്തിൽ ഇറങ്ങിത്തിരിച്ച് സമ്മിശ്ര ജാതികളുടെ കരച്ചിലിനോടുകൂടെ ഇവരും ചേർന്ന് കരഞ്ഞ്, ഞങ്ങൾക്ക് ഈ മരുഭൂമിയിൽ ഈരുള്ളി, ചിറ്റുള്ളി, കുമ്പളങ്ങ, മത്തങ്ങ, വില കൂടാതെ ഞങ്ങൾ മേടിച്ചിട്ടുള്ള മത്സ്യം എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഇറച്ചിക്കലങ്ങളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ഇതെല്ലാം പറഞ്ഞ് അവരിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അത് ദൈവസന്നിധിയിൽ കോപത്തിന് കാരണമായി. ഇവർ ഇറച്ചിക്കലത്തിന്റെ കാര്യമൊക്കെ പറയേണ്ടവരാണോ? ഭയാനകമായ ന്യായവിധി കണ്ടിട്ട് വന്നവരല്ലേ? ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കേണ്ടവരല്ലേ? ഉടനെ ഇറച്ചിക്കലം, മീന്, ഞങ്ങൾ നെയ്മീനാണ് കഴിക്കുകയുള്ളൂ, ഞങ്ങൾ ആവോലിയാണ് വെട്ടുകയുള്ളൂ,
പിന്നെ എന്നാ ഞങ്ങൾ വറക്കണമെങ്കിൽ ഇങ്ങനത്തെയാണ്, കരിമീനാ വറക്കുള്ളൂ, ഇതൊന്നും പറയാനുള്ള അവകാശം നിനക്കില്ല. ഫറവോയ്ക്ക് വേണേ പറയാം, ഇസ്രായേലിയർക്ക് ഇതൊക്കെ പറയാൻ എവിടെ നിന്നേ അധികാരം? കൃപയാൽ ലഭിക്കപ്പെട്ടൊരു ജീവിതമാണ്. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിച്ചു കൊള്ളുക, അല്ലേ? വെള്ളത്തിൽ തീർന്നു പോകേണ്ടതായിരുന്നെന്ന്, അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. കൃപയാൽ ലഭിക്കപ്പെട്ടൊരു ഉദ്ധാരണമാണ് ഇപ്പോൾ അവരനുഭവിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതം എത്രത്തോളം ക്രമപ്പെടുത്തണം എന്നുള്ളതാണ് നിങ്ങളുടെ ചിന്താമണ്ഡലത്തിന് മുമ്പാകെ ഞാൻ കൊണ്ടുവരുന്നത്. ആ മറുതലിപ്പ് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കാരണമായി. ആ മറുതലിപ്പ് ദൈവത്തിൻ്റെ കോപത്തിന് കാരണമായി. അതെവിടെ എഴുതിയിരിക്കുന്നത്? അത് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലാണ്. 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ആ മറുതലിപ്പിന് കിട്ടിയത് എന്താണെന്നുള്ളത് അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിനു തന്നെ. അപ്പൊ നമ്മൾ ഈ വായിച്ചതുപോലെ അവരിൽ മിക്ക പേരിലും വലിയവനായ ദൈവം പ്രസാദിച്ചില്ല. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ആരെയാ? തപ്പെടുത്ത് നൃത്തം ചെയ്ത ആളുകളെ. വലിയ പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇറങ്ങി തിരിച്ച കാലത്ത് പെസഹായും ചൊരത്തലിയൊക്കെ, പിന്നെ പുളിപ്പില്ലാത്ത അപ്പമൊക്കെ, അതൊക്കെ നല്ല രീതിയിൽ ചുട്ടതാ. അതൊക്കെ ശരി തന്നെയാണ്. വടി പിടിച്ചുകൊണ്ടാണ് നടന്നത്, കാലിൽ ചെരുപ്പിട്ടുകൊണ്ടാ തിടുക്കത്തോടെയൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്. പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തവരാ. പക്ഷെ കുറേ കാലം അങ്ങോട്ട് പോയി ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ, ഒരു തഴക്കം വന്നു കഴിഞ്ഞപ്പോൾ, പിന്നെ ഇച്ചിരി പഴക്കമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തോന്നലാണ്, ഇച്ചിരി ഈരുള്ളി, ഇച്ചിരി കുമ്പളങ്ങ, ഇച്ചിരി മത്തങ്ങയൊക്കെ വേണ്ടേ? അതൊരു പ്രോസ്പെറിറ്റിയുടെ അനുഭവമാകട്ടോ. ഇപ്പോൾ എന്നതാ, ഈ മന്ന മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഒരു ഉപദേശി ചോദിക്കുന്നത്, ഈ മന്ന മാത്രം മതിയോ? നമുക്കിച്ചിരി പ്രോസ്പെരിറ്റി വേണ്ടേ? പിറവങ്കാരൻ ഉപദേശി ചോദിക്കുക, നമുക്കിച്ചിരി പ്രോസ്പെരിറ്റി വേണ്ടേ? നമുക്കിച്ചിരി ഈരുള്ളി വേണ്ടേ? നമുക്കിച്ചിരി ചുറ്റുള്ളി വേണ്ടേ? നമുക്കിച്ചിരി കുമ്പളങ്ങ വേണ്ടേ? പിന്നെ എന്നതാ, നമുക്കിച്ചിരി മത്സ്യം വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കരച്ചിലായി, എല്ലാവരും കൂടെ കരച്ചിൽ. അപ്പോൾ വേറൊരു പുള്ളിക്കാരൻ സൂം മീറ്റിങ്ങിലൂടെ വന്ന ആളുകളെ പഠിപ്പിക്കുകയാണ്, അങ്ങനെയൊന്നുമല്ല, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കാൻ. അങ്ങനെ വിചാരിക്കാൻ മനസ്സില്ല. എങ്ങനെ വിചാരിക്കണേ? അങ്ങനെ വിചാരിക്കണമെന്ന് ഞാൻ ഈ പറയുന്ന ആളുകൾ, ഞാൻ ഈ പറഞ്ഞ ന്യായവിധിയൊന്നും കേട്ടിട്ട് ഈ പെന്തിക്കോസിലേക്ക് വന്ന ഇതിനകത്ത് ഒരാൾ പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാര്യമൊക്കെ കേട്ടിട്ട് ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ പോകുന്ന ഇതിനകത്ത് ആരാ ഉള്ളത്? ഉണ്ടെങ്കിൽ കഴിയുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേരെ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ കേട്ട്, ഞങ്ങൾ ഈ ന്യായവിധിയൊക്കെ കണ്ണാലെ കണ്ട് കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ചപ്പോൾ ഞങ്ങൾ ഭയന്നുപോയി. ഭാവത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തി പരിശുദ്ധാത്മാവെന്നൊക്കെ പറയാൻ അങ്ങനെ പ്രാപ്തിയുള്ളവർ കഴിയുമ്പോൾ, ഇപ്പോൾ പറയരുത്, തടസ്സം ചെയ്യരുത്, കഴിയുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ വന്നതെങ്കിൽ തിമോത്തിയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ, അതിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ കോരിത്തരിച്ചേനെ. എൻ്റെ പിതാവിൻ്റെ ആഗ്രഹമാണ് പരിശുദ്ധാത്മാവിൽ പൗലോസ്ലീഹ എഴുതി വെച്ചതെന്ന് തിരിച്ചറിഞ്ഞേനെ. അല്ലാതെ ബാംഗ്ലൂരുകാരൻ ഉപദേശി എഴുതിയ പുസ്തകമൊന്നും അല്ല ഇത്. അയാളുടെ അപ്പനോ വല്യപ്പനൊന്നും എഴുതിയ പുസ്തകമല്ലല്ലോ ഇത്. കേസ് കൊടുക്കണം നമ്മൾ, ഈ പുസ്തകത്തിൽ ഇങ്ങനത്തെ വാക്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ വാക്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സകല വിശ്വാസികൾക്കും ഉള്ളതാ. ചില സഹോദരന്മാർ പറയും ഞങ്ങളുടെ ഭാര്യമാർക്ക് അത് ഇഷ്ടമല്ലെന്ന്. പിന്നെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി ഇനി വേറെ ഇവിടെ അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി ഇനി വേറെ ബൈബിൾ ഇറക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് ആരെ കൊണ്ട് പ്രസംഗിക്കാൻ പറ്റും? കൊട്ടാരക്കരയുള്ള പുള്ളി പ്രസംഗിക്കുമെന്ന്, അതിന് കുഴപ്പമില്ല. എന്നാൽ എല്ലാ ദിവസവും രാവിലെ ഒരു ക്യാപ്സ്യൂൾ, ഉച്ചയ്ക്ക് ഒരു ക്യാപ്സ്യൂൾ, വൈകിട്ടൊരു ക്യാപ്സ്യൂൾ കൊടുത്തോ. ഭാര്യ അവസാനം എങ്ങോട്ടാ നടന്നു പോകുന്നതെന്ന് അറിയാവോ? ഭർത്താവിനോടാ ഞാൻ പറയുന്നത്. ഭാര്യ അവസാനം എങ്ങോട്ടാ ചെല്ലുന്നത്? ന്യായവിധിയിലേക്കാ. ഞങ്ങൾ പെന്തിക്കോസല്ലേ? പെന്തിക്കോസാന്ന്. ഇവരെല്ലാം പെന്തിക്കോസാ. ഈ ചെങ്കടൽ കടന്ന് ഇവരെല്ലാം പെന്തിക്കോസല്ലേ ചങ്ങാതി? ഇവർ പെസഹായും ചോരത്തലി ആചരിച്ചവരാണ്, ഇവർ ചെങ്കടൽ കടന്നവരാണ്, ഇവർ തപ്പെടുത്തവരാണ്, ഇവർ നൃത്തം ചെയ്തവരാണ്. തപ്പും നൃത്തവും പറഞ്ഞപ്പോൾ നമ്മുടെ നാരായണൻകുട്ടി പറഞ്ഞ കാര്യം കൂടെ പറയേണ്ടതായിരുന്നു. നമ്മുടെ ടോപ്പിക്കായിട്ടൊന്നും മാച്ച് ചെയ്യില്ല, അത് ഇടയ്ക്ക് കയറി പറഞ്ഞാൽ. ഏത് നാരായണൻകുട്ടിയാ? റാന്നിക്കാരൻ. അപ്പം അത് വേണ്ട, നമുക്ക് വിട്ടേക്കാം, നമുക്ക് അടുത്ത ആഴ്ച അത് പിടിക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇവരെല്ലാം അസൽ പെന്തിക്കോസായിരുന്നേ. ഈ ഇസ്രായേലുകാരൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര പെന്തിക്കോസായിരുന്നു, ക്ലാസിക്കൽ പെന്തിക്കോസായിരുന്നു. പക്ഷെ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവർ മിക്ക പേരിലും അവർ മരുഭൂമിയിൽ ദുർമോഹികളായി എന്നാണ് എഴുതിയിരിക്കുന്നത്.
അവർ മരുഭൂമിയിൽ ദുർമോഹികളായി. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ശ്വാസം അടക്കി പിടിച്ച ഇങ്ങനത്തെ പ്രസംഗമൊക്കെ കേട്ടിരിക്കേണ്ടത്. ശ്വാസം അടക്കി പിടിച്ച്. ഇത് ആരുടെ കാര്യമാണ് പ്രസംഗിക്കുന്നത്? എൻ്റെയും നിങ്ങളുടെയും കാര്യമല്ലേ? വേറെ വല്ലവരുടെയും കാര്യമാണോ? നമ്മുടെ കാര്യമാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ചിലർ ചിന്തിക്കും, ഇത് ആരുടെ കാര്യമാണ് പറയുന്നതെന്ന്. സ്നേഹിത, നിന്റെ കാര്യം തന്നെയായി പറയുന്നത്. ചെങ്കടൽ കടന്നു വന്ന കാര്യമാണ് പറയുന്നത്. മരുഭൂമി വരെ നല്ല രീതിയിലാണ് വന്നത്. പക്ഷെ പിന്നീട് അത് കേട്ട് ഇത് കേട്ട് അത് കണ്ട് ഇത് കണ്ട് ദുർമോഹിയായിപ്പോയി അല്ലേ? നമ്മൾ ചോദിച്ച പല കാര്യങ്ങളും ദൈവം തരുന്നുണ്ട്. 106 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യം കൂടെ വായിച്ചേ. സങ്കീർത്തനങ്ങൾ 106:15. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. ഈ മരുഭൂമിയിൽ അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ഈ മരുഭൂമിയിൽ അവരുടെ ഉപവാസ പ്രാർത്ഥനകളെല്ലാം ദൈവം ചെവി തുറന്ന് കേട്ടു. ഓദിച്ചതെല്ലാം കൊടുത്തു. ഈരുള്ളി കൊടുത്തു, കുമ്പളങ്ങി കൊടുത്തു, ചിറ്റുള്ളി കൊടുത്തു, മത്തങ്ങി കൊടുത്തു. പ്രോസ്പർ ആകണ്ടേന്ന് ചോദിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ആമേൻ, പ്രോസ്പർ ആക്കിയോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാത്തിനെയും പ്രോസ്പർ ആക്കി. പിന്നെ എന്നാ സംഭവിച്ചു? പ്രാണന് ക്ഷയമയച്ചെന്ന്. അതിൻ്റെ കുറച്ചുകൂടെ മനോഹരമായ മലയാളം കൊരിന്ത് ലേഖനത്തിലാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടില്ല. ക്ഷയമയച്ചെന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ക്ഷയമാണെന്ന് ഓർത്തു. ആ ക്ഷയമല്ല, ക്ഷയിച്ചു പോകുക എന്നുള്ള അർത്ഥത്തിലുള്ള ക്ഷയമാണിത്. നശിച്ചു പോകുക. അപ്പൊ കൊരിന്ത് ലേഖനത്തിൽ വരുമ്പോൾ എന്താ കണ്ടത്? അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ലെന്നാണ് കാണുന്നത്. മരുഭൂമിയിൽ അവരെ തള്ളിയിട്ട് കളഞ്ഞു. 2 ന്യായവിധി വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടാം നമുക്ക്, അല്ലേ? ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെങ്കടലിന്റെ കരയെ കണ്ട ന്യായവിധിക്ക് ഒരു കൗണ്ടർ എന്നുള്ള നിലയിൽ അടുത്തൊരു ന്യായവിധിയായിട്ട് ഇത് പരിഗണിക്കാം. മിസ്രൈമിനെ ന്യായം വിധിച്ച ദൈവം ഇസ്രായേലിനെയും ന്യായം വിധിച്ചു. അപ്പൊ നമ്മൾ സേവിക്കുന്ന ദൈവം ആരാ? നീതിപതിയായ ന്യായാധിപതിയാണ്. മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. മിസ്രൈമിന് 1 അടിയാണെങ്കിൽ ഇസ്രായേലിന് 2 അടിയാണ്. അതാണ് പത്രോസ് പറയുന്നത്, നീ ഇത് അറിയാതിരുന്നെങ്കിൽ നിനക്ക് നന്ന്. ഇങ്ങനത്തെ സൂം മീറ്റിങ്ങിലൊക്കെ വരാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്രയോ നന്ന്. വന്നുപോയി, ഒരിക്കലെങ്കിലും തല വെച്ചല്ലോ. അതുകൊണ്ട് ഇതൊന്നും കേൾക്കാതിരുന്നെങ്കിൽ ആശ്വാസമായിട്ട് പോകാമായിരുന്നു. ഒരിക്കലും ഇതിനകത്ത് തല വെച്ചത് പരമാർത്ഥമാണെങ്കിൽ ജീവന്റെ പുതുക്കത്തിൽ നടന്നോണം. ജീവനുള്ള ദൈവത്തെ ഭയപ്പെട്ടു കൊള്ളണം. അവന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണം. ശേഷം മനുഷ്യരെ പോലെ നടക്കരുത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ലോകത്തിന്റെ സ്നേഹിതരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ദൈവിക ശബ്ദമാണത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ബാക്കിയുള്ളവർ എന്തും ചെയ്യട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അപ്പൊ ഇസ്രായേൽ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താ? ഭയാനകമായ ന്യായവിധിയാണ്. ഭയാനകമായ ന്യായവിധി. അത് 2ാമത്തെ കാര്യമാണ്. സ്നാനത്തിനൊരു മുൻകുറിയാണ്. ആ ഇസ്രായേൽ അങ്ങനെ നടന്നില്ല. നോഹയുടെ ചരിത്രം പഠിക്കുമ്പോഴും അവിടെയും അങ്ങനെ തന്നെയാ. പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒരു പുതിയ ജീവിതക്രമം ആരംഭിച്ചു കഴിഞ്ഞ് നോഹ ഒരു ഇച്ചിരി വൈനൊക്കെ കുടിച്ച് കറങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അങ്ങനെ ഒന്നും കറങ്ങിക്കിടക്കേണ്ട ആളല്ലായിരുന്നു. പലതും മറന്നുപോയി. കുറെ കാലം മുന്നോട്ട് പോയെന്നേ. പെട്ടകത്തിൽ കയറിയതും രക്ഷപ്പെട്ടതും ബാക്കിയുള്ളവരിങ്ങനെ കിടന്നതും ഈ ന്യായവിധിയൊക്കെ പെട്ടെന്ന് മനുഷ്യൻ മറന്നുപോകും. അങ്ങനെ മനുഷ്യന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കുഴപ്പമല്ല, അതൊരു അനുഗ്രഹമല്ലേ മറവി എന്ന് പറയുന്നത്. എല്ലാം ഓർത്തിരുന്ന കുഴപ്പമാണ്. അപ്പൊ അങ്ങനെ മനുഷ്യൻ പെട്ടെന്ന് മറന്നുപോകും. ഇസ്രായേലും അതൊക്കെ മറന്നു. ഫറവോയുടെ മേലുള്ള ന്യായവിധിയൊക്കെ മറന്നു. പിന്നെ അവർക്ക് ബോധിച്ചതുപോലെ അവർ നടന്നു. മരുഭൂമിയിൽ അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ കനത്ത ശിക്ഷാവിധിക്ക് പാത്രമായി തീർന്നു എന്നുള്ളത് അതിൻ്റെ ഒരു അനുബന്ധ വിഷയമാണ്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇടയ്ക്ക് ഞാനങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവരെ മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞു എന്നുള്ള വിഷയമൊന്നും പറയാനിരുന്നതല്ല. അത് പറയേണ്ട കാര്യം ഇപ്പം ഇല്ല. ഇവിടെ ഇത്രയേ ഉള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഭയാനകമായ കാഴ്ച. നമ്മൾ 3ാമത്തെ ന്യായവിധിയിലേക്ക് ഒന്ന് വേഗം അവസാനിപ്പിക്കാം. 3ാമത്തെ ന്യായവിധിയിലേക്ക് നമ്മൾ വരുമ്പോൾ അത് ഗതസമനയിലേക്ക് വരേണ്ടതുണ്ട്. ഗത്സമേന. അതിന് വായിക്കാൻ പറ്റിയ വാക്യം എന്ന് പറയുന്നത് 2 കൊരിന്ത് ലേഖനം 5:21 2 Corinthians chapter 5 verse 21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. 2 കൊരിന്ത്യർ 5:21 നമ്മൾ കാണുന്നത് പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി എന്നുള്ളതാണ്. പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. അതാണ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നത്.
അപ്പോൾ ഗെത്സമനയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഗെത്സമനയ്ക്ക് തൊട്ട് മുമ്പ് കർത്താവ് ശിഷ്യന്മാരും ഇരിക്കുന്നത് ഒലിവുമലയിലാണ്. ഒലിവുമലയിൽ നിന്ന് അവൻ ഗെത്സമനയിലേക്ക് വരുമ്പോൾ സ്തോത്രം പാടിക്കൊണ്ടുവരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം പാടിക്കൊണ്ടുവരുന്നു. ആ സ്തോത്രം പാടിക്കൊണ്ട് വന്ന് അടുത്ത പടി നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. കർത്താവും ശിഷ്യന്മാരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ വിടുക, അതല്ലാതെ അടുത്ത പടി എന്ന് പറയുന്നത് എന്താ? പാനപാത്രം കയ്യേറ്റു വാങ്ങുന്ന കാഴ്ചയാണ് പാനപാത്രം. അപ്പൊ ആ പാനപാത്രം കയ്യേറ്റു വാങ്ങാൻ വരുന്ന വരവ് ഗെത്സമനയിലേക്ക് വരുമ്പോൾ സ്തോത്രം പാടിക്കൊണ്ടാണ് വരുന്നത്. എന്നാ മാതൃകയത് അല്ലേ? അറിഞ്ഞുകൊണ്ട് നടന്നു വരികയാണ്. ക്രിസ്തീയ ജീവിതം ഇന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വിശ്വാസ ജീവിതത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് പറഞ്ഞ് ധരിപ്പിച്ചിട്ട് വേണം ഈ മാർഗത്തിൽ കൊണ്ടുവരുവാൻ. അല്ലാതെ ഇതിവിടെ പച്ചപ്പരവതാനി വിരിച്ചു വെച്ചിരിക്കുകയല്ല. ക്രിസ്തീയ ജീവിതം എന്തെന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ, ആയുസ് തന്നാൽ അത് വിശദീകരിക്കാം. ദൈവത്തിൻ്റെ പദ്ധതികളും കാര്യപരിപാടികളും അത് ദൈവരാജ്യ നിമിത്തം വിശദീകരിക്കേണ്ടതുണ്ട്. ഇവിടെ ഗൗരവമായ വിഷയമാണ് വരുന്നത്, വളരെ ഗൗരവമായ വിഷയം. പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. ഇതിന്റെ വിശദീകരണത്തിന് പോകേണ്ട അധ്യായം എന്ന് പറയുന്നത് ലേവ്യ പുസ്തകം 16-ാം അധ്യായമാണ്, ഇപ്പോഴല്ല. അപ്പോൾ നിങ്ങൾ 16-ാം അധ്യായം പിന്നീട് വായിച്ചു കൊള്ളണം. ഇവിടെയൊക്കെ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദ്യം ചോദിച്ചേനെ. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിക്കാത്തത്. 2 കൊരിന്ത്യർ ലേഖനം 5:21 എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പോകേണ്ട ചാപ്റ്റർ ഏതാണെന്നുള്ളത് നിശ്ചയമായും ചോദിച്ചേനെ. സമയം പോയതുകൊണ്ടാണ് ആരോടും ചോദ്യം ചോദിക്കാൻ വരാതിരുന്നത്. അതൊക്കെ ഏത് രാത്രിയിൽ കുലുക്കി വിളിച്ചാൽ പോലും പറഞ്ഞു കളയണം അല്ലേ? അതൊക്കെ ഏത് രാത്രിയിലും നമ്മെ കുലുക്കി വിളിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറഞ്ഞു കൊള്ളണം. അപ്പോൾ മുഖമൊന്നും കഴുകിയിട്ട് വരട്ടെ എന്നൊന്നും പറയരുത്. അന്നേരം അതിൻ്റെ ആവശ്യമില്ല. മുഖമൊന്നും കഴുകേണ്ട ആവശ്യമില്ല. വായുകൊണ്ടല്ലേ പറയുന്നേ. ലേവ്യ പുസ്തകം 16-ാം അധ്യായം. എന്താണ് 16-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ 2 ആടുകളെ കാണുകയാണ്. 2 ആടുകളെ, ഒന്നിനെ അറക്കാൻ നിർത്തിയിരിക്കുന്നു, ഒന്നിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ നിർത്തിയിരിക്കുന്നു. മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ നിർത്തിയിരിക്കുന്ന ആടിന്റെ തലമേൽ മഹാപുരോഹിതൻ കരം വെച്ച് ഇസ്രായേലിന്റെ പാപവും ശാപവും ആ ആടിന്റെ മേൽ ആരോപിച്ചുകൊണ്ട് അതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. പാപവും ശാപവും വഹിച്ചുകൊണ്ട് ആ ആട് മരുഭൂമിയിലേക്ക് നടന്നു പോവുകയാണ്. അങ്ങനത്തെ ഒരു കാഴ്ച ഏതാണ്ട് 1400 ചില്ലുവാനും വർഷമായിട്ട് ഇസ്രായേൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1400 ചില്ലുവാനും വർഷമായി ഇസ്രായേൽ മുടങ്ങാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അത്രയും ആടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ആടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഏകദേശം 1446 വർഷങ്ങൾ ഇങ്ങനെ കടന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന മനുഷ്യൻ യോർദാന്റെ കരയിൽ നിന്ന് നടന്നു പോകുന്ന യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാടെന്ന്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ക്രിസ്തുവിലെ 2 ആട് നിൽക്കുകയാണ്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലെ 2 ആട് ക്രിസ്തുവിൽ സമ്മേളിക്കുകയാണ്. അതിൽ ഒരാടിനെ അറുക്കാനുള്ളതാണ്, ഒരാടിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കാനുള്ളതാണ്, പാപവും ശാപവും വഹിച്ചുകൊണ്ട്. ഗെത്സമനയിലേക്ക് വരുമ്പോൾ ഗെത്സമനയിലെ പ്രാർത്ഥന, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, അത് ഇസ്ലാമിക് ലോകത്തുള്ളവരും വേറെ ഈ കറക്ക് കമ്പനി ലോകത്തുള്ളവരും ഒക്കെ ചോദിക്കും, അതെന്താ നിങ്ങളുടെ കർത്താവ് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് കളഞ്ഞത്? നിങ്ങളുടെ കർത്താവ് ക്രൂശിൽ കിടന്ന് പിന്നെ കൈവിട്ടത് എന്താന്നൊക്കെ പറഞ്ഞു കളഞ്ഞത് എന്താണ് എന്നൊക്കെ ചോദിച്ചു കളയും. അപ്പോൾ അങ്ങനെ ദൈവമാണെങ്കിൽ പിന്നെ ദൈവം ആരോടാ പ്രാർത്ഥിച്ചതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് അജ്ഞത കൊണ്ട് അവർ ചോദിക്കുന്നതാണ്. അവരെ ഒന്നും പഠിപ്പിക്കാൻ എളുപ്പമല്ല. കൃപ ലഭിച്ചാൽ ഇത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഈ പ്രാർത്ഥനയിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ എന്നൊക്കെ പറഞ്ഞത്, ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ ദൈവത്വം കാണാം, മനുഷ്യത്വം കാണാം. 100% ദൈവമാണ്, 100% മനുഷ്യനുമാണ്. അവൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ സമ്മേളിക്കുകയാണ്. അവിടെ ആ സ്വരം വെളിപ്പെട്ടത് മനുഷ്യത്വത്തിലാണ്. മനുഷ്യപുത്രന്റെ വിലാപ സ്വരമാണത്, ദൈവപുത്രന്റെ അല്ല. ദൈവത്വത്തിലല്ല സംസാരിക്കുന്നത്, മനുഷ്യത്വത്തിലാണ് സംസാരിക്കുന്നത്. എത്ര ഭംഗിയായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെ വിശദീകരിക്കാമെന്നറിയാവോ? എത്ര ഭംഗിയായിട്ട്. അപ്പോൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കാവോ എന്ന് ചോദിക്കുന്ന ചോദ്യവും, അപ്പോൾ അത് ആ സമയത്ത് പിതാവ് മുഖം മറയ്ക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. മുഖം മറയ്ക്കുന്നത് അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണമാണ് ഇപ്പോൾ വായിച്ച കൊരിന്ത്യർ ലേഖനത്തിലെ വാക്യം, പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. അവൻ പാപിയായെന്നല്ല കേട്ടോ വായിക്കേണ്ടത്, അവനെ പാപമാക്കി. അതായത് ആ ദൈവ കുഞ്ഞാടിൻ്റെ മേൽ പാപം ആരോപിച്ചു. മുഴുമാനവലോകത്തിൻ്റെയും മേൽ വരേണ്ടിയ ന്യായവിധി അവൻ്റെ മേലേക്ക് വരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് അവരുടെ പാപവും ശാപവും അവൻ വഹിക്കാൻ പോവുകയാണ്. അത് അവൻ്റെ മേൽ ആരോപിക്കുകയാണ്, അവൻ്റെ മേൽ ചുമത്തുകയാണ്. അപ്പോൾ ദൈവ കുഞ്ഞാടത് ചുമക്കുകയാണ്.
ഇവിടെ മുതൽ ഗോൽഗോഥ വരെ നമ്മൾ നോക്കിക്കാണുന്നത്, നമ്മൾ ആരെയാ കാണുന്നത്? അവിടെ കാണുന്ന നടന്നു പോകുന്ന പാപത്തെയാണ്. പാപം ചുമന്നുകൊണ്ട് പോകുന്ന ആടാണത്, അല്ലേ? അസാസേലിന് ചീട്ടുവീണയാട്, അസാസേലിന് ചീട്ടുവീണയാട്, പുറപ്പാടിന്റെ ആട്, ഗോട്ട് ഓഫ് ഡിപ്പാർച്ചർ, പുറപ്പാടിന്റെ ആട്. ആ ആട് നടന്നു പോവുകയാണ്, സകലരുടെയും പാപവും ശാപവും വഹിച്ചുകൊണ്ട് ഗോൽഗോഥായിലേക്ക് നടന്നു പോവുകയാണ്. അങ്ങനെ ഗോൽഗോഥായിലേക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ നടന്നു പോകുന്ന കർത്താവ്, അതിനിടയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഗോൽഗോഥായിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പിന്നീട് കാണുന്ന ആ കാഴ്ചകൾ, അല്ലേ? 3 മണി നേരം മുതൽ 9 മണി നേരം വരെയുള്ള ആ ഒരു സമയം, നമ്മുടെ ആസിയിലെ പൊൻനിലവിളക്ക് എന്ന് പറയുന്ന മെസ്സേജിൽ അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. 3 മണി നേരത്ത് എന്താണ് സംഭവിച്ചത്, പിന്നെ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ എന്താണ് സംഭവിച്ചത്, ഈ വക കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് കേൾക്കുന്നവർക്ക് അത് പിടികിട്ടാൻ വഴിയില്ല. അത് വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമാണ്. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടായിരുന്നു, കൂരാക്കൂരിരുട്ട്. ഗോൽഗോഥായിൽ 2 കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ക്രൂശിതനായി കിടക്കുന്ന കാഴ്ച. പ്രഭാതത്തിൽ 9 മണിക്കാണ് ക്രൂശിക്കപ്പെട്ടത്. ഉച്ചയ്ക്ക് 12 മണി സമയം, അതാണ് 6 മണി നേരം. അവിടെ മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള ആ ഒരു സമയം ദേശത്ത് കനത്ത ഇരുട്ടായിരുന്നു, കനത്ത ഇരുട്ട്. ആ ഇരുട്ടിന് നടുവിൽ സംഭവിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. കൈവിടപ്പെട്ടു പോയ ആ നിമിഷങ്ങൾ, അതിന്റെ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വിലാപസ്വരമാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. ഭയാനകമായ ന്യായവിധി. ആ ന്യായവിധിയിലേക്ക് മനുഷ്യപുത്രൻ, ദൈവപുത്രനല്ല, മനുഷ്യപുത്രൻ. ഇവിടെയാണ് കാത്തലിക് ചർച്ചിന്റെ ദൈവശാസ്ത്രവും പെന്തക്കോസ്ത് സമൂഹത്തിന്റെ, അഥവാ വേർപെട്ടവരുടെ ദൈവശാസ്ത്രവും തമ്മിലുള്ള അന്തരം വരുന്നത്. വേർപെട്ടവരുടെ ദൈവശാസ്ത്രവും തമ്മിലുള്ള അന്തരങ്ങൾ വരുന്നത്. അവർ ദൈവം മരിച്ചെന്നാ പറയുന്നത്. കത്തോലിക്കൻ പറയുന്ന ദൈവം മരിച്ചെന്ന. ദൈവത്തെ ക്രൂശിക്കാൻ കഴിയുമോ? ദൈവത്തിന് മരിക്കാൻ കഴിയുമോ? ദൈവത്തിന് മരിക്കാനും കഴിയില്ല, ജനിക്കാനും കഴിയില്ല. അപ്പോൾ അവൻ മനുഷ്യനായി പിറക്കുകയാണ് ചെയ്തത്. ആ മനുഷ്യത്വത്തിൽ സഞ്ചരിച്ചു. അതിന്റെ ഒടുവിൽ ദൈവിക പദ്ധതിയുടെ നിറവേറൽ എന്ന വണ്ണം മനുഷ്യവർഗത്തിന്റെ പാപവും ശാപവും വഹിച്ചുകൊണ്ട് അവൻ ഗോൽഗോഥായിലേക്ക് നടന്നു പോവുകയാണ്. ഗെത്സമന മുതൽ ഗോൽഗോഥ വരെയുള്ള കാഴ്ചയാണ് പറഞ്ഞത്. അതിന്റെ ഒടുവിൽ കേട്ട സ്വരമാ പറഞ്ഞത്, കൈവിടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളെ പോലെയുള്ള കാര്യങ്ങൾ. അതിന്റെ ഉത്തരങ്ങൾ മനസ്സിലാക്കാൻ സങ്കീർത്തനങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. 16 സങ്കീർത്തനം, 18 സങ്കീർത്തനം, 86 സങ്കീർത്തനം, 22 സങ്കീർത്തനം, 116 സങ്കീർത്തനം, യെശയ്യാവ് 53, ഇങ്ങനെയുള്ള അധ്യായങ്ങളെല്ലാം പഠിക്കണം. പഠിക്കുമ്പോൾ ഉത്തരം കിട്ടും. അങ്ങനെ ഭയാനകമായ ന്യായവിധി, അതിനെക്കുറിച്ച് വിലാപങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഉയരത്തിൽ നിന്ന്, അതിനെക്കുറിച്ച് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഉയരത്തിൽ നിന്നുള്ള തീയാണ് ഇറങ്ങി വന്നത്. അവന്റെ അസ്ഥികളെ കൂടെ ആ തീ പിടിച്ചു എന്നുള്ളതാണ് കാണുന്നത്. അസ്ഥികളെ കൂടെ പിടിച്ചെന്നുള്ളത് അത്ര ഭയാനകമായ ന്യായവിധിയാണ്. അതിന്റെ ഒരു സാമ്പിള് ഏലിയാവിന്റെ കാലത്ത് കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് ഒരുക്കിയ ആ യാഗപീഠത്തിലേക്ക് തീ ഇറങ്ങുന്നുണ്ട്. അത് റാന്നിക്കാരൻ നാരായണൻകുട്ടി പറയുന്നത്, അതുപോലത്തെ തീ ഞങ്ങളുടെ മേലും വന്ന് വീഴണമെന്നാണ്. എന്നതാ ഈ പറയുന്നത്? അത് കുമ്പനാടുകാരൊക്കെ നിന്ന് ആടി പാടി തിമിർക്കുകയാ. അല്ല, അർത്ഥം അറിഞ്ഞിട്ടാണോ? കർമ്മേലിൽ ഇറങ്ങിയത് ദൈവിക ന്യായവിധിയാണ്, കോപാഗ്നിയാണ്, അല്ലാതെ പ്രസാദവർഷമല്ലത്. യാഗപീഠം അതിന്റെ കല്ലുകളെ പോലും ദഹിപ്പിച്ചു കളഞ്ഞെന്നാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന. അത്ര കോപമായിരുന്നു അവിടെ. യാഗപീഠം ഏലിയാവ് എന്തുകൊണ്ടാണ് ക്രമീകരിച്ചത്? ഇസ്രായേലിന്റെ മേൽ വീഴേണ്ട കോപം ഇവിടെ ആരുടെ മേലാ വീണത്? യാഗപീഠത്തിൽ വീണു, ആ യാഗമൃഗത്തിന്റെ മേൽ വീണു. അപ്പൊ ഇസ്രായേൽ അതിൽ നിന്ന് തെറ്റിയൊഴിയുകയാണ് ചെയ്തത്. യാഗപീഠം കാണിക്കുന്നത് ഒരു മധ്യസ്ഥതയാണ്. അവിടെ ഒരു നിരപ്പിന്റെ ശുശ്രൂഷയാണ് യാഗപീഠത്തിലൂടെ ഏലിയാവ് ചെയ്തത്. അങ്ങനെയൊക്കെയാണ് അത് പഠിക്കേണ്ടത്. അതുകൊണ്ട് അന്ത്യകാല അഭിഷേകം എന്നുള്ള പാട്ടൊന്നും ജീവനോടെ പാടിയേക്കരുത്. അത് ബോധമില്ലാത്ത പെന്തക്കോസ്തുകാർ പാടട്ടെ, നമ്മളത് പാടാൻ പോകരുത്. അതൊന്നും വചനവിരുദ്ധമായ പാട്ടുകളാണ്. അതിനൊന്നും വചനത്തിന്റെ പിൻബലമില്ല. അതിലെ 1-2 വരിക്കൊക്കെ കാണുമായിരിക്കാം. അത് തന്നെയല്ലെന്നേ, അതൊക്കെ വേറെ ഉദ്ദേശത്തിൽ എഴുതിയ പാട്ടുകളാണ്. അതൊന്നും നിലനിൽക്കുന്ന പാട്ടുകളല്ല. അത് പാടി സന്തോഷിക്കുന്നവർ പാടിക്കോട്ടെ, ദൈവമക്കൾ പാടരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാട്ടുണ്ട് പാടാൻ, അല്ലേ? എണ്ണിയാലൊടുങ്ങാത്ത പാട്ടുണ്ട്. മലയാളം, തമിഴ്, കന്നഡ, പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി എന്ന് വേണ്ട ഇഷ്ടംപോലെ ഭാഷയിലല്ലേ പാട്ട് കിടക്കുന്നത്. പിന്നെ അത് തന്നെ പാടണമെന്ന് ഇത്ര നിർബന്ധം തന്നെ? നിർബന്ധമുള്ളവർ പാടിക്കോട്ടെ. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്നുള്ളവർ പാടിക്കോ. അല്ലാത്തവർക്ക് ബുദ്ധി ഉപദേശമാണ് തന്നത്. ഇത് വചനത്തിന് ആഴങ്ങളുണ്ടെന്നേ, വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാന്നേ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അറിവില്ലാത്തവരായി കിടന്ന് തുള്ളുന്നത്.
അറിവുള്ള ആളുകൾ ആ കാര്യത്തിൽ അംഗീകരിക്കില്ല. അവര് മനസ്സിലായോ? അങ്ങനെയുള്ള ദേവദാസന്മാരെ നിങ്ങൾ കണ്ടുമുട്ടണം. അവർ പഠിപ്പിക്കും നിങ്ങളെ. അങ്ങനെയുള്ള ദേവദാസന്മാരെ നിങ്ങൾ അന്വേഷിക്കുക, കണ്ടുമുട്ടുക, അവർ നിങ്ങളെ പഠിപ്പിക്കും. യെസ്, പറഞ്ഞു വരുന്നത് എന്താ? അപ്പൊ അങ്ങനെ കാൽവറിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവ കോപാഗ്നി അവിടെ വീണിരിക്കുകയാണ്. ദൈവ കോപാഗ്നി. അപ്പൊ യോഹന്നാൻ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ. നമ്മൾ നേരെ ജമ്പ് ചെയ്ത് പുതിയ നിയമത്തിലേക്ക് വന്നു കേട്ടോ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. ഞാൻ 3-ാമത്തെ ന്യായവിധിയെക്കുറിച്ച് പറയുകയാണ്. 2 ന്യായവിധി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെച്ചു. നോഹയുടെ കാലത്ത്, ഇസ്രായേലിന്റെ കാലത്ത് ചെങ്കടൽ കടന്നത്, രണ്ടും സ്നാനത്തിന് മുൻകുറിയാണ്. അപ്പൊ അങ്ങനെ ഭയാനകമായ ന്യായവിധി തന്നെയാണ് 3-ാമത്തെ ന്യായവിധിയും. മനുഷ്യവർഗത്തിന്റെ മേൽ വരേണ്ട കോപാഗ്നി ദൈവകുഞ്ഞാടിന് മേൽ വീഴുകയും ആ ന്യായവിധിയിൽ അവൻ അകപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ആ ശിക്ഷയിൽ നിന്ന് രക്ഷയൊരുക്കി തന്നത്. എബ്രായ ലേഖനത്തിൽ പറയുന്ന അവൻ മരണം ടേസ്റ്റ് ചെയ്തെന്നാണ്. മരണം ടേസ്റ്റ് ചെയ്തെന്ന എന്തിനാ? നമുക്ക് രക്ഷ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നാം ആ രക്ഷയിലേക്ക് വരുവാൻ, അത് ആസ്വദിക്കുവാൻ വേണ്ടി അവൻ മരണത്തിലൂടെ നടന്നു പോയവനാണ്. ന്യായവിധി ചുമന്നുകൊണ്ടുപോയി ന്യായവിധി അനുഭവിച്ചു, അല്ലേ? അങ്ങനെയല്ലോ, അവൻ പാപവും ശാപവും വഹിച്ചുകൊണ്ട് നടന്നുപോയി ബലിപീഠത്തിലേക്ക് കയറി. ആ ന്യായവിധി അവൻ അനുഭവിച്ചു. ന്യായവിധി അനുഭവിച്ചവനെ കുറിച്ച് റോമാലേഖനം 8:34 എഴുതിയിരിക്കുകയാണ്, ശിക്ഷ വിധിക്കുന്നവനാർ, ശിക്ഷ വിധിക്കുന്നവനാർ. യേശു ക്രിസ്തു മരിച്ചവൻ, അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, അവൻ പിതാവിന്റെ വലഭാഗത്ത് പക്ഷവാദം ചെയ്യുന്നു. അതാണ് വാക്യത്തിന്റെ പ്രസക്തി. ശിക്ഷ വിധിക്കുന്നവനാർ, അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അവൻ മരിച്ചവനായിരുന്നു, അവൻ മരണത്തിൽ നിന്ന് ഉയർത്തവനാണ്. അതെല്ലാം നിന്ന് ധ്യാനിക്കണം. അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ, സുവിശേഷം കേൾക്കുമ്പോൾ, ദാവീദിന്റെ സന്തതിയായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ച, തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ച ഈശോ മിശിഹായെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ സുവിശേഷം നമ്മുടെ ഹൃദയത്തിൽ വന്ന് ആഞ്ഞാഞ്ഞ് തറയ്ക്കുകയാണ്, ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാതിലുകളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിൻ്റെ വാതിലുകളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നു. ആ സുവിശേഷം നമ്മെ മാറ്റിമറിക്കുന്നു. നാം അത് കൈക്കൊള്ളുന്നു. സുവിശേഷം നാം കൈക്കൊള്ളുകയാണ്. ഒരു കണ്ടീഷനും ഇല്ലാതെ ആ സുവിശേഷം നമ്മെ ആ പടുകുഴിയിൽ നിന്ന് രക്ഷിച്ചെടുക്കുകയാണ്. അങ്ങനെ നാം ദൈവരാജ്യത്തിലേക്ക് വരികയാണ്. അങ്ങനെ നാം രക്ഷയിലേക്ക് വരികയാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിനാണ് ബോധ്യം വരുത്തുന്നത്. നമ്മൾ ലോകക്കാരായിരുന്നു, പാപികളായിരുന്നു. അങ്ങനെ ബോധം വന്ന് നിൽക്കുകയാണ്. നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി. നാം രക്ഷയിലേക്ക് വന്നു. അടുത്ത പടി, പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മെ വചനസത്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ. അങ്ങനെ വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ തരുമ്പോൾ രക്ഷിച്ചവനോട് ചേരണം. ആരാണോ രക്ഷിച്ചത് ആ രക്ഷകനോട് ചേർന്നൊരു ജീവിതം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുകയാണ്. അപ്പൊ ഇത് സ്നാനത്തിന്റെ ക്ലാസ് ആണോ? അല്ലേ, അല്ല. ഇത് 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിന്റെ ക്ലാസ്സാണ്. അങ്ങനെ സ്നാനത്തിൽ നാം ക്രിസ്തുവിനോട് ചേരുകയാണ്. ക്രിസ്തുവിനോട് ചേർന്ന് ഒരുമിച്ചൊരു ജീവിതയാത്ര ആരംഭിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ റോമലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, വീണ്ടും പറയുകയാണ്, പുനരുദ്ധാന ശക്തിയാൽ ആ സ്നാനക്കുളത്തിൽ നിന്ന് ഉയർത്തു വന്നവൻ ഇനി ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ഇനി ശേഷം മനുഷ്യരെ പോലും നടക്കാൻ പാടില്ല. അവനിപ്പോൾ ക്രൂശിക്കപ്പെട്ടവനാണ്. പാപത്തിന് മരിച്ചവനാണ്, ലോകത്തിന് മരിച്ചവനാണ്, അല്ലേ? അങ്ങനെ പാപത്തിന് മരിച്ചവൻ, ലോകത്തിന് മരിച്ചവൻ, അവനെക്കുറിച്ച് പറയുകയാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ. അവന്റെ ശരീരം ബുദ്ധിയുള്ള ഒരു ആരാധനയായി, ജീവനും വിശുദ്ധിയുമുള്ള ഒരു യാഗമായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളെ ബോധ്യപ്പെട്ട് സ്നാനത്തിലേക്ക് നടക്കുകയാണ്. സ്നാനം സംഭവിച്ചിട്ടില്ല, സ്നാനത്തിലേക്ക് നടക്കുകയാണ്. അപ്പോൾ രക്ഷയും സ്നാനവും, രക്ഷ കഴിഞ്ഞു, സ്നാനത്തിലേക്ക് നടക്കുകയാണ്. മെല്ലെ നടക്കുകയാണ്. ആ നടക്കുന്നതിനിടയ്ക്കാണ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത്. ഇവിടെ നമ്മൾ ടാബർനാക്കിൾ സ്റ്റഡി കൊണ്ടുവരും സഹോദരങ്ങളെ. വേറൊരു മാർഗമില്ല, വേറെ എൻ്റെ കയ്യിൽ ഒരു ആയുധവും ഇല്ല നിങ്ങളെ കാണിക്കാനും പറയാനുമായിട്ട്. വേറെ വേദപുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും ഗൗരവമായ കാര്യം കാണിക്കാമെന്ന് വെച്ചാൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യം വേറെയില്ല. നിഴലായ ഈ സംഭവം, ഇസ്രായേലിന്റെ നടുവിലുള്ള ടാബർനാക്കിൾ അഥവാ സമാഗമന കൂടാരം ഓർ യെരുശലേം ദൈവാലയം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ കൂടാരത്തിന്റെ വാതിൽ തുറന്ന് കയറി വരുമ്പോൾ കാണുന്ന യാഗപീഠമാണ്, അഥവാ കാൽവറിയിലെ ക്രൂശിന്റെ നിഴലാണത്. ആ ബലിപീഠത്തിലേക്കാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നടന്നു കയറിയെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അടുത്തപടി മുൻപിൽ ഒരു താമ്രത്തൊട്ടി ഇരിപ്പുണ്ട്. സമാഗമന കൂടാരത്തിന് മുമ്പിലാണ് താമ്രത്തൊട്ടി ഇരിക്കുന്നത്. അതേസമയം യെരൂശലേം ദേവാലയത്തിന് മുൻപിൽ ഒരു താമ്ര കടലായിരിക്കുന്നത്. 12 കാളകളുടെ മുതുകത്ത് ഒരു വലിയ ഭീമാകാരമായ ഒരു ടാങ്ക്, അതാണ് താമ്രക്കടൽ അഥവാ മോൾട്ടൻ സീ എന്ന് പറയുന്നത്. 12 കാളകൾ 12 അപ്പോസ്തലന്മാരെ കാണിക്കുന്നു. ആ കാളകളാണത് ചുമന്നുകൊണ്ട് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്നാനം എന്ന് പറയുന്നത് അപ്പോസ്തോലിക ഉപദേശമാണ്, അപ്പോസ്തലന്മാർ അത് പ്രചരിപ്പിച്ച കാര്യമാണ് എന്നുള്ള കാര്യങ്ങളാണ് അതിലൂടെ വിശദീകരിക്കാൻ പോകുന്നത്. ഇപ്പോഴല്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ യാഗപീഠം തൊട്ട് മുൻപിൽ താമ്രത്തൊട്ടി. യാഗപീഠം വീണ്ടെടുപ്പിന്റെ ഇടമാണ്, വീണ്ടെടുപ്പിന്റെ ഇടം. നോക്കണേ ഒരു പാസ്റ്ററുടെ കട്ടപ്പാട്. 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിലെ ആ വാക്യം എന്ന് പറഞ്ഞപ്പോൾ 2 കൈ നീട്ടി സർവാത്മന സ്വീകരിക്കുകയാണെങ്കിൽ ഇത്രയും പമ്പരം പോലെ കറങ്ങേണ്ട കാര്യമൊന്നുമില്ല. അത് മനസ്സിലാകുന്നില്ലെന്ന്, ഒന്നും ഗ്രഹിക്കുന്നില്ല. ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ലെന്ന്, ഭാര്യയ്ക്ക് ഞാൻ മനസ്സിലാക്കി തരാം. അപ്പൊ അങ്ങനെ ബലിപീഠത്തിലേക്ക് നോക്കുകയാണ്. അങ്ങനെ യാഗപീഠം കാൽവറിയിലെ ക്രൂശിന്റെ നിഴലാണ്. അവിടെയാണ് നമ്മുടെ വീണ്ടെടുപ്പ്. അവിടെയാണ് പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ കൈവിട്ട ഇടം. ആ ബലിപീഠത്തിൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്നെ പ്രതി അവനെ തകർത്ത് കളഞ്ഞു ബലിപീഠത്തിൽ. ആ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ചയാണ് പരിശുദ്ധാത്മാവ് പാപബോധം തന്നപ്പോൾ കണ്ണു തുറന്ന് കണ്ട കാഴ്ച. അവനെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട് എൻ്റെ ഹൃദയം പിടഞ്ഞുപോയി. ആ ക്രൂശിന് മുമ്പാകെ, ആ ബലിപീഠത്തിന് മുമ്പാകെ ഞാൻ മുട്ടുമടക്കിയവനാണ്. അങ്ങനെയുള്ള പെന്തിക്കോസുകാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ആമേൻ പറഞ്ഞുകൊണ്ടിരുന്നോ. അപ്പൊ അങ്ങനെ ആ ബലിപീഠത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി എന്നെ പ്രതി, എന്നെ സ്നേഹിച്ച് അവൻ എനിക്ക് വേണ്ടി തന്നെത്താൻ ഒരു നിഷ്കളങ്ക യാഗമായി ഏൽപ്പിച്ചു കൊടുത്തു. ഒരു നിഷ്കളങ്ക യാഗമായി. അടുത്തപടി സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് എന്റെ കാതുകളിൽ മന്ത്രിക്കുകയാണ്. ഇതുപോലൊരു സമർപ്പണത്തിലേക്ക് വരുവാൻ നിനക്കും മനസ്സുണ്ടോ? അത് പറഞ്ഞപ്പോഴാണ് ചിലർ പറയുന്നത് ഞങ്ങളുടെ മക്കൾക്ക് പാസ്റ്ററുടെ മലയാളം മനസ്സിലാകുന്നില്ലെന്ന്. എന്നാ ഞാനിനി തമിഴിൽ പ്രസംഗിക്കാം. കാരണം നിങ്ങൾ മലയാളികളല്ലേ, നിങ്ങൾ തമിഴ്ക്കാരാണോ? ഇവിടെ ഒറ്റയാളുമില്ല. എൻ്റെ മുമ്പിൽ കന്നഡ, തമിഴ്, തെലുങ്ക് ഒക്കെ അറിയാവുന്ന ഒരാളിരിപ്പുണ്ട്. ഒരാളെ ഉള്ളൂ. അദ്ദേഹത്തിന് അത്യാവശ്യം മലയാളവും മനസ്സിലാവും. നിങ്ങൾക്ക് എല്ലാം മലയാളം അറിയാവുന്നവരാ. പിന്നെ നിങ്ങളുടെ മക്കൾക്ക് എന്താ മലയാളം മനസ്സിലാകില്ലാത്ത? മക്കൾക്ക് മനസ്സിലാകണ്ട, നിങ്ങൾക്ക് മനസ്സിലായില്ലോ. ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്ക്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ചാപ്പാടൊക്കെ അടിച്ച് കിടക്കാൻ തുടങ്ങുമല്ലോ. അതിനു മുമ്പ് ഇത് പറഞ്ഞു കൊടുത്തിട്ട് കിടത്തുന്നേ. പാസ്റ്റർ ഇന്ന് ചങ്ക് പൊട്ടിയാ പ്രസംഗിച്ചത്. പുള്ളി ഇടയ്ക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ടല്ലോ. പുള്ളിയുടെ ഉള്ളിലൊരു തേങ്ങലാണ്. ഏത് നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്ക്. നിങ്ങളെന്താ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്? ആ പാസ്റ്റർ ക്രിട്ടിസൈസ് ചെയ്യുന്ന പാസ്റ്ററാന്നാ. ഞാൻ ആരെയാ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? നിങ്ങളെയാ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. നിങ്ങളുടെ ദൈവസ്നേഹത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ തലമുറകളോട് ഇത് പങ്കുവയ്ക്കുന്നില്ല? അതിനുള്ള അധികാരം ഉള്ളതുകൊണ്ടാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണെന്നാ വിചാരിച്ചത്? താലോലിക്കുന്നതാണോ അഭിഷേകം? നിങ്ങളെ ശരിയായ വഴിയിൽ നടത്തണം, നേരായ പാതയിൽ നടത്തണം. ഒരുത്തൻ ന്യായവിധിയിൽ അകപ്പെടരുത്. പെസഹ ആചരിച്ചവൻ, ചെങ്കടൽ കടന്നവൻ ന്യായവിധിയിൽ അകപ്പെടരുത്. മരുഭൂമി തള്ളിയിട്ട് കളയേണ്ടവരല്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? ഈ ബലിപീഠത്തിലെ കാഴ്ച പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുകയാണ്. കണ്ണിന്റെ മുമ്പിൽ കാണുകയല്ല ഇതെല്ലാം. അങ്ങനെ സറണ്ടർ ചെയ്ത നമ്മൾ അടുത്തപടി വിശ്വാസ സ്നാനത്തിലേക്ക് നടന്നു നീങ്ങുക. സ്നാനപ്പെട്ടിട്ടില്ല, ആ കുളത്തിന്റെ കരയിലേക്ക് അങ്ങ് എത്തുന്നേ ഉള്ളൂ. ചിരയും കൂടെ നടക്കണം. അവിടെ നിന്നൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് എന്താ അല്ലേ? യാഗപീഠം കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ താമ്രത്തൊട്ടിയാ. അങ്ങനെ തന്നെ ഒന്ന് യൂട്ടേൺ എടുത്ത് തിരിഞ്ഞാൽ പുറകോട്ട് നോക്കി എന്താ കാണുന്നത്? കത്തുന്ന യാഗപീഠം തന്നെയാ കാണുന്നത്. പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ ബോധ്യം തരികയാണ്. ഒരിക്കൽ കൂടെ ഒരു ബോധ്യം തരികയാണ്. ഒന്നുകൂടെ കാണിച്ചു തരികയാണ് ആ കാഴ്ച. ഒരുവൻ സ്വമനസാലെ തന്നെത്താൻ നമ്മെ സ്നേഹിച്ച് ഏൽപ്പിച്ചു കൊടുത്ത ഒരു കാഴ്ച. ഭയാനകമായ ന്യായവിധി. ദൈവ കോപാഗ്നിയാണെന്നേ അവിടെ വീണത്. പാപത്തിന് മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി. തോട്ടത്തിൽ ദൈവം പറഞ്ഞു ഇത് തിന്നരുത്, ശിക്ഷയുണ്ട്, കനത്ത ന്യായവിധിയുണ്ട്. പക്ഷെ പൂർവന്മാര്, മാതാപിതാക്കൾ എന്ത് ചെയ്തില്ല? അനുസരണക്കേടിലേക്ക് പോയി. അവർ ലംഘനത്തിൽ അകപ്പെട്ടു, ട്രസ്പാസിൽ അകപ്പെട്ടു. അവർ അറിഞ്ഞുകൊണ്ട് തന്നെ പറിച്ചു തിന്നു. ആ കോപാഗ്നിയാണ് ഇവിടെ വീണത്. കാൽവറിയില് കോപാഗ്നിയാ വീണത്. അങ്ങനെ ആ ദൈവകോപാഗ്നി മനുഷ്യപുത്രന്റെ മേൽ കടന്നു വന്നു. ആ ന്യായവിധി നമ്മൾ കാണുകയാണ്. ഞാൻ മൂലം
അവന്റെ കരത്തിൽ ആണിയടിച്ചതാരാ? ഞാനാണ് ആണിയടിച്ചത്. അവന്റെ തലയിലെ മുൾക്കിരീടം വെച്ചതാരാ? ഞാൻ മൂലമാണ്, ഞാനാണ് വെച്ചത്. അല്ലേ? ആ ആണിയടിച്ച കരം കൊണ്ടാണ് എന്നെ മെനഞ്ഞത്. ആണിയടിച്ച കരം കൊണ്ടാണ് എന്നെ മെനഞ്ഞത്. എന്നെ സൃഷ്ടിച്ച കരമാണത്. ആ കരത്തിൽ തന്നെയാണ് ഞാൻ ആണിയടിക്കുന്നത്. പാപനിമിത്തം ഞാൻ മൂലം അവൻ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ഭയാനകമായ ന്യായവിധി. അത് കണ്ട് ബോധ്യപ്പെട്ടിട്ട് നീ സ്നാനപ്പെട്ടാൽ മതിയെന്നേ. നിന്നെ ആരാ പെന്തിക്കോസിലേക്ക് വിളിച്ചത്? പനി മാറാനും ചുമ മാറാനൊക്കെയാണോ പെന്തിക്കോസി വരുന്നത്? ഈ കഴിഞ്ഞ ദിവസം ഏതോ 1-2 ഉപദേശിമാര് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടിട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടാ രക്ഷയോ എന്നൊക്കെ. എന്നതാ അവരോടൊക്കെ പറയുന്നത്? ജനത്തെ വഴിതെറ്റിക്കുന്ന മനുഷ്യര്. ഒരു വഴിയായി പറഞ്ഞു തരുന്നത്. വഴി, യാഗപീഠത്തിന്റെ കാഴ്ചകൾ, ക്രൂശിന്റെ ദർശനം എന്ന് പറയും. ആ ദർശനമാണ് നമ്മെ മാറ്റിമറിച്ചത്, സറണ്ടർ ചെയ്യിപ്പിച്ചത്, മുട്ടുമടക്കുക എന്ന് പറയും. ഒരു എൻകൗണ്ടർ നടന്ന ഇടമാണ് ആ യാഗപീഠത്തിന്റെ ചുവട്ടിൽ, കാൽവറിയിലെ ക്രൂശിൽ. മുഖാമുഖം നമ്മൾ വന്നു, അല്ലേ? പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിലേക്ക് നമ്മൾ മുഖാമുഖം വരുമ്പോൾ ദൈവവും നമുക്കും ഇടയിൽ ഒരു ബലിപീഠം, ഒരു നിരപ്പിന്റെ ഇടമാണത്. അവിടെയാണ് നമ്മൾ നിരപ്പിക്കപ്പെട്ടത്. ശത്രുക്കളായിരുന്ന നമ്മെ മിത്രങ്ങളാക്കി എന്നല്ല, പുത്രത്വത്തിലേക്ക് കൊണ്ടുവന്നാണ് നമ്മൾ പറയുന്നത്. മിത്രങ്ങളാണ്, യെസ്, പക്ഷേ കടന്ന നിലയിലാണ് ചിന്തിക്കുന്നത്. നമ്മൾ പുത്രത്വത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ആ പുത്രത്വത്തിലേക്ക് വന്ന നമ്മെ ഈ കാഴ്ചകൾ കാണിക്കുകയാണ്, ന്യായവിധിയുടെ കാഴ്ച. ഈ കാഴ്ചയൊക്കെ കണ്ട പെന്തിക്കോസുകാരനോട് സജിപ്പാസ് പ്രസംഗിക്കുകയാണ്. 1 തിമോഥെയോസ് 6:8 ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമല്ലോ. ഇത് വിട്ട് അനേകർ തെറ്റി ഒഴിയുന്നു, അനേകർ നിത്യനാശത്തിലേക്ക് പോകുന്നു. അവർ പെസഹയും ചോരത്തിലെ ആചരിച്ചവരാ, ചെങ്കടൽ കടന്നവരാ. അവർ മരുഭൂമിയിൽ പല പ്രസംഗങ്ങളും കേട്ട് തെറ്റിപ്പോയി, ദുർമോഹികളായി. അല്ലേ? നമ്മൾ എന്തെന്നാ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത്? ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടവരാ, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടവർ. ഭൂമിയിലുള്ളത് അശേഷം അന്വേഷിക്കരുത്. നിങ്ങൾ എൻ്റെ വചനങ്ങളെ, നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ ലഘുവായി കാണരുത്. നിങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണം. അങ്ങനെ ലഘുവായി കണ്ടാൽ പാപം ക്ഷണിച്ചു വരുത്തും, അത് മരണത്തിലേക്ക് നയിക്കും. ആ മരണം എന്ന് പറഞ്ഞാൽ നിത്യമരണമായിരിക്കും. അതിന് ഇട കൊടുക്കരുത്, അതിന് അവസരം കൊടുക്കരുത്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതം വളരെ സൂക്ഷ്മതയോടും ജാഗ്രതയോടും മുൻപോട്ട് കൊണ്ടുപോകുക. വളരെ സൂക്ഷ്മതയോടും ജാഗ്രതയോടും ഈ ദൈവവചനത്തിന് മുമ്പാകെ തകർന്നു നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവശബ്ദം കേൾക്കാനിരിക്കുന്ന നിങ്ങളെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിരുന്നല്ലോ. നിശ്ചയമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. 1 തിമോഥെയോസ് 6:8, 9, 10 ഒക്കെ വാക്യങ്ങൾ പറയാൻ എനിക്ക് സാധിക്കുന്ന ഒരു സമൂഹമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതൊരു അഭിമാനം തന്നെയാണ്, അതൊരു അഭിമാനമാണ്. അതേസമയം ഇവിടെ എൻ്റെ ചുറ്റുപാടും ഒക്കെ കേരളത്തിലും ഒക്കെ വന്ന ധാരാളം പെന്തക്കോസ്റ്റ് ചർച്ചുകളുണ്ട്. അവിടെയൊന്നും ആ ചർച്ചിലൊന്നും പോയി എനിക്ക് ഈ വാക്യം എടുത്ത് പ്രസംഗിക്കാൻ പറ്റില്ല. അവിടുത്തെ പാസ്റ്റർമാർ തന്നെ നെറ്റി വിളിക്കും, അവിടുത്തെ ഭാര്യമാര് തന്നെ മുഖം കോട്ടിക്കളയും, അവിടുത്തെ കമ്മിറ്റിക്കാര് അവർ ചോദിക്കും ഇയാൾ എവിടെ നിന്ന് വന്നാന്ന് ചോദിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചോദിക്കാത്തതിന്റെ കാരണം എന്നാ? നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു വെച്ച് തന്നത്. കനത്ത ന്യായവിധിയിൽ നിന്ന് നാം തെറ്റി ഒഴിഞ്ഞവരാണ്. പിതാവായ ദൈവം തന്റെ ഓമന കുമാരനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി കൈവിട്ടു, ന്യായവിധി അവന്റെ മേൽ ചുമത്തി. അതൊക്കെ നമ്മൾ കണ്ടിരിക്കുകയാണ്. ശേഷമുള്ള ജീവിതം ഭൂമിയിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കരുത്, ഉയരത്തിലുള്ള കാര്യങ്ങൾ മാത്രം അന്വേഷിക്കുക. ഒരുപക്ഷെ ഞാനും നിങ്ങളും ക്രൂശിന്റെ ശത്രുക്കളാകാൻ കേട്ടോ. നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ചത് ക്രൂശാണ്. ഇതിന് വിരുദ്ധമായി പ്രസംഗിക്കുന്നവരെല്ലാം ക്രൂശിന്റെ ശത്രുക്കളാണ്. അവർ എത്ര പ്രശസ്തരായാലും, അവർക്ക് ഇന്നലെ എന്ത് പാരമ്പര്യം ഉണ്ടെങ്കിലും, അവർ ഇന്നലെ എത്ര മരിച്ചവരെ ഉയർപ്പിച്ചാലും ഇന്നവർ ക്രൂശിന്റെ ശത്രുക്കളാണ്. ഈ പ്രസംഗിക്കുന്ന ഞാനും അതിന് വിരുദ്ധമായി പറഞ്ഞാൽ, അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷത്തിന് വിരുദ്ധമായി സംസാരിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ക്രൂശിന് വിരോധമായി നാവനക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അവൻ ഏത് വലിയ പാസ്റ്ററാണെങ്കിലും ചെറിയ പാസ്റ്ററാണെങ്കിലും ആരാണെങ്കിലും തൻ്റെ ജനത്തെ ആ ക്രൂശിന്റെ ദർശനത്തിൽ അടുപ്പിച്ചു നിർത്തേണ്ടവനാണ്.
കർത്താവിൻ്റെ ദാസന്മാർ, അവരെ ഒരിക്കലും ലോകത്തിൻ്റെ പുറകെ മേയാൻ വിടരുത്. അവരെ ഈ കോമ്പൗണ്ടിൽ നിർത്തണം, ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടിൽ. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കണം, ദൈവരാജ്യം ഭക്ഷണവുമല്ല, പാനീയവുമല്ല, ലോകകാര്യങ്ങളല്ല, മെറ്റീരിയൽ ഭൗതിക കാര്യങ്ങളല്ല, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. നിങ്ങളുടെ ചിന്ത ഉയരത്തിൽ തന്നെയായിരിക്കണം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മെ ചേർക്കുവാൻ അവൻ ഉയരത്തിൽ നിന്ന് താമസമിന വേഗം വരും എന്ന ചിന്തയോടുകൂടെ നമ്മൾ ഓരോരുത്തരും എപ്പോഴും ആയിരിക്കുവാൻ ഇടയാകട്ടെ. നമ്മൾ ഓരോരുത്തരും എപ്പോഴും അങ്ങനെ ആയിരിക്കുവാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇത്ര സമയം ദൈവവചനത്തിന് മുമ്പാകെ സമർപ്പണത്തോടെ ആയിരുന്ന കർത്താവിൻ്റെ പ്രിയ മക്കൾ എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു.